കേരളത്തിൻ്റെ അനുഗ്രഹീത പ്രഭാഷകൻ, നമ്മളൊക്കെ കാതോർത്തിരിക്കുന്ന, നമ്മളൊക്കെ ഒരു നോക്ക് കാണണം, അവിടുത്തെ പ്രഭാഷണം കേൾക്കണമെന്ന് കൊതിക്കുകയാണ്. അങ്ങനത്തെ കേരളത്തിൻ്റെ അനുഗ്രഹീത പ്രഭാഷകനാണ് അഭിവന്യരായ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് അവറുകൾ. അവരുടെ പ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുകയാണ്. അഭിവന്യരായ അക്ഷരങ്ങളെ വാക്കുകളാക്കി, വാചകങ്ങൾ ആശയങ്ങളാക്കി, അറിവിൻ സാഗരത്തിന്റെ അലമാലകൾ ഉയർത്തിയ, മലയാള മലമടക്കുകളെ കിടിനം കൊള്ളിച്ച മലയാളികളുടെ അനുഗ്രഹീത പ്രഭാഷകൻ ഉസ്താദ് അൽ ഹാഫിൽ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജീവിച്ച് മൺമറഞ്ഞു പോയ ഉസ്താദുൽ അസാത്തിദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ നഗരിയിലേക്ക് കടന്നു വരുന്ന മഹാഭിവന്യരായ ഖാസിം ഉസ്താദിന് വിശുദ്ധമായ സദസ്സിലേക്ക് സ്വാഗതം. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു കൊടുക്കട്ടെ, ആമീൻ. അഭിവന്യരായ ഇതിന്റെ തങ്ങളവറുകൾ അഷ്റഫ് ആഷിഖ് സൗണ്ട് ആഷിഖ്, ഇന്നത്തെ സൗണ്ടൊക്കെ ഫ്രീ ആണ്. ആഷിഖ് സൗണ്ട് ആഗ്രഹിച്ചതുപോലെ വളരെ മനോഹരമായ രീതിയിൽ മനസ്സിന് തന്നെ വല്ലാത്ത ഒരു കുളിർമ. സത്യം പറഞ്ഞാൽ താഴെ നിന്നിങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ മനസ്സിന് കാണുമ്പോൾ തന്നെ വല്ലാത്ത ഒരു സന്തോഷം. അൽഹംദുലില്ലാ, ഉസ്താദിന് ഒരുപാട് കാലം ഇവിടെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കൊല്ലമായോ ഇവിടെ വന്നിട്ട്? 15 വർഷം. അൽഹംദുലില്ലാ, 15 വർഷമൊക്കെ ഒരു പള്ളിയിൽ ഇമാമായിരിക്കാന്ന് വെച്ചാൽ പടച്ചനെ വലിയ കാര്യം അതൊക്കെ. അൽഹംദുലില്ലാ. ബഹുമാനനായ വലീദ്ദീൻ ഫൈസി ഉസ്താദ്, ഞാൻ ഇരുത്തിക്കിട്ടൊന്നും പറയുന്നില്ല, കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സംഘാടകനെ പോലെ വലിയ വലിയ വഅദിന്റെ മജ്ലിസുകളിൽ VVIP പോലെ കടന്നു പോകുന്ന ഉസ്താദ് അൽഹംദുലില്ലാ ഒരു സംഘാടകനെ പോലെ നിന്നുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഇൻഷാ അല്ലാഹ് വലിയ സന്തോഷം. ഈ നാട്ടുകാരോട് പറയാനുള്ളത്, അൽഹംദുലില്ലാ ഈ ഒരു ഭവനം ഒരുപാട് പേരുടെ വലിയ പരിശ്രമവും ഒരുപാട് പേരുടെ ദുആയും ഇതിനുവേണ്ടി ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ട്. എവിടെ നിന്നൊക്കെ എന്നറിയില്ല. കേവലം ലക്ഷക്കണക്കിന് രൂപ മുതൽ പ്രിയപ്പെട്ടവരെ 313 രൂപയുടെ ചലഞ്ച് ഉൾപ്പെടെ ഉസ്താദിൻ്റെ നൂറെ അജ്മീർ എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലൂടെ അൽഹംദുലില്ലാ ഒരുപാട് പേര് ഇതിലേക്ക് സഹായിച്ചു. അൽഹംദുലില്ലാ 1 രൂപ പോലും കടമില്ലാതെ പള്ളിയുടെ പണിയൊക്കെ പരിപൂർണമായി അൽഹംദുലില്ലാ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം മനസ വാച കർമ്മണ അതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വഅദ് പറയാൻ വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇപ്പോഴാണ് ഒരവസരം അൽഹംദുലില്ലാ വീണ്ടും ഇവിടെ വരാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുനാട് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെയൊക്കെ നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. നബി തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ 1 2 3 4 5 6 ഇതുപോലെ സ്വർഗത്തിൽ ഇങ്ങനെ പദവികളാണ്. 1ാമത്തെ പദവിയും 2ാമത്തെ പദവിയും ഓരോ പദവികളുടെ ഇടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ആ 100 പദവിയിൽ 100ാമത്തെ പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവി ഏറ്റവും ഉയർന്ന പദവിയാണ്. അതാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അത് VVIPകൾ കടന്നു പോകുന്ന സ്വർഗമാണ്. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000
പരമ്പരന്ന പ്രവാചകന്മാര് ബദറിലും മുഖത്തിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരിമൃത്യം ഭരിച്ച ശുഹദാക്കളുണ്ടല്ലോ. പടച്ചവനെ സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങൾ ഇമാമുമാർ ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ഹാഫിളീങ്ങൾ ആലിമീങ്ങൾ ആ ഉയർന്ന വിവിഐപികൾ കടന്നു പോകുന്ന സ്വർഗമാണ് ഫിർദൗസ് എന്ന സ്വർഗം. നബി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ അത് സ്വർഗത്തിലെ 100ാമത്തെ പദവിയാണ്. അവിടെ വിവിഐപികളാണ് കടന്നു പോകുന്നതെന്ന് മുത്തുനബി അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലിരുന്ന് പാവപ്പെട്ട സ്വഹാബത്ത് കരയുകയാണ്. നബി തങ്ങളുടെ മുമ്പിലിരുന്ന് സ്വഹാബത്ത് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, യാ സ്വഹാബ, എന്തു പറ്റി സ്വഹാബ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ പാവപ്പെട്ട ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ട സ്വഹാബത്തുണ്ടല്ലോ. നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങൾക്ക് ആർക്കും അവിടെ പോകാൻ കഴിയില്ലേ നബിയേ? അമലുകൾ കുറഞ്ഞു പോയ പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് അവിടെ കടന്നു പോകാൻ കഴിയില്ലേ എന്ന് നബി തങ്ങളോട് സങ്കടത്തോടെ അനുചരന്മാര് ചോദിക്കുമ്പോ നബി തങ്ങളെ പറഞ്ഞു കൊടുത്തു, സ്വഹാബ, നിങ്ങൾക്കും പോകണോ സ്വഹാബ? നിങ്ങൾക്കും ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? ഈ മനോഹരമായ മസ്ജിദിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആ പള്ളിയുടെ മുറ്റത്തൊരുമിച്ച് കൂടിയവരോട് നമുക്കും പോകണ്ടേ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, പ്രായമുള്ളവരില്ല, രോഗമുള്ളവരില്ല, ഗ്ലാമർ കുറഞ്ഞവരില്ല, എല്ലാവർക്കും 33 വയസ്സ്. അല്ലാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പഠിക്കു ചെറുപ്പക്കാരാ, പൊന്നുമോനെ, എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സാണ്. എല്ലാവർക്കും കറുത്തവരോ ഇരുനിറമുള്ളവരോ ഗ്ലാമർ കൂടിയവരോ കുറഞ്ഞവരോ എല്ലാവർക്കും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തില് അതാ പെണ്ണുങ്ങൾ പോലും അറിയാതെ കൈമുറിച്ചത് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഗ്ലാമർ കണ്ടപ്പോഴാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം, സ്വർഗവാസികൾക്ക് അല്ലാഹു കൊടുക്കുന്ന സൗകര്യം, ആ സൗന്ദര്യം യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. റബ്ബേ, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതാ ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന സ്വർഗമാ ചെറുപ്പക്കാരാ. മോനെ, പടച്ചവനെ, വേടന്റെ പാട്ട് കേൾക്കാൻ ഓടുന്നവരുണ്ടല്ലോ. അതാ മക്കളെ, അതിനേക്കാളും മനോഹരമായ രീതിയിൽ പടച്ചവനെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ശബ്ദം നമുക്ക് കേൾക്കണ്ട്. പ്രവാചകന്മാരുടെ മനോഹരമായ ശബ്ദം കേൾക്കാൻ കഴിയുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കഷ്ടപ്പാടില്ല, ദുരിതമില്ല, രാവിലെ എഴുന്നേറ്റാൽ ജോലി ചെയ്യണ്ട, ഒരു കഷ്ടപ്പാടുമില്ല സ്വർഗത്തിൽ. എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ പടച്ചവനെ ആഗ്രഹിക്കുന്ന ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. തോഴിമാര് ഖിദ്മത്ത് ചെയ്യാൻ അതാ പടച്ചവന് ഒരു കഷ്ടപ്പാടില്ല, നമുക്ക് തോഴിമാര് അല്ലാഹു തരികയാണ്. മഹാനായ തഴവ ഉസ്താദ് പറയുകയാ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ, മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. മക്കളെ, അവിടെ തോഴിമാര് കടന്നു വരുന്നുണ്ട്, ഖിദ്മത്ത് ചെയ്യാൻ ആള് കടന്നു വരുന്നുണ്ട്. ഭാര്യക്കും മക്കളും ഭർത്താവുമായി
മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാന്റെ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുന്ന കുടുംബം ആസ്വദിക്കണം സഹോദരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിബിതങ്ങൾ അവിടുന്ന് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ, അള്ളാഹുവിനോട് നിങ്ങൾ സ്വർഗം ചോദിച്ചാ അള്ളാഹിനോട് പറയണം, പടച്ചവനെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാ റബ്ബിനോട് ചോദിക്കണം. എപ്പോഴും നല്ലത് വേണം ചോദിക്കാൻ, ഏറ്റവും ഉയർന്ന വേണം ചോദിക്കാൻ. അള്ളാഹുവിനോട് ചോദിക്കണം, പടച്ചവനെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചോദിച്ച ഏത് സ്വർഗം ചോദിക്കണം? ചോദിച്ച ഏത് സ്വർഗം ചോദിക്കണം? ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അവിടെ VVIPകളാ കടന്നു പോകുന്നത്. അള്ളാഹു നമുക്കും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളവിടെ പോവോ? നമ്മളവിടെ പോവോ? ഇങ്ങനെ നടന്ന നമ്മൾ പോകും നല്ലതുപോലെ. നമ്മളിപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ 100ാമത്തെ പദവിയല്ല. ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന ആ വാസന പോലും കിട്ടാൻ ചാൻസ് ഇല്ല. 500 കൊല്ലത്തെ വഴിദൂരം വരെ സ്വർഗത്തിന്റെ വാസന അടിച്ചു വീശുമെന്ന ആ വാസന പോലും കിട്ടാനുള്ള യോഗ്യത എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ പോകാനുള്ള വഴി എന്താ? അവിടെ പോകുന്നവരുടെ കൂടെ നമ്മളും കൂടുക. അവിടെ പോകുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ, ആ VVIPകളുടെ സ്വഭാവ ഗുണം അള്ളാഹു പറയുന്നുണ്ട്. നല്ലവന്റെ കൂടെ കൂടിയ ഇങ്ങനെ നല്ലവനാ, ചന്ദനം ചാരിയ ചന്ദനം മണക്കൂന്നല്ലേ. നല്ലവരുടെ കൂടെ കൂടുമ്പോൾ നമുക്കും പോകാൻ കഴിയും. അപ്പൊ ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ചില ഗുണങ്ങൾ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അവിടെ പോകുന്ന പ്രവാചകന്മാർ, അവിടെ പോകുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്കും ഏറ്റവും പുറകിലെങ്കിലും, ആദ്യമൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ആ അവസാനത്തെ വ്യക്തിയായിട്ടെങ്കിലും നമുക്കവിടെ കടന്നു പോകാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ, ഞാൻ സമയം കളയുന്നില്ല, ആകെ കുറഞ്ഞ സമയം മാത്രം. അൽഹംദുലില്ലാ ഇന്ന് രാത്രി തന്നെ പരിപാടി കഴിഞ്ഞിട്ട് ആദ്യം കിട്ടുന്ന ട്രെയിനിൽ കയറി നാട്ടിൽ പോകണം. എന്നെ കൂടെ ഉസ്താദ് പറഞ്ഞു തൃശ്ശൂർ വരെ കൊണ്ടുവിടാമെന്ന്. അപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളെക്കാലം ധൃതി എനിക്കാണ്. നാളെ രാവിലെ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ മദ്രസ കുട്ടികൾ പഠനം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ വേണം ദുആ ചെയ്യാൻ ചെല്ലാൻ. അപ്പോൾ നിങ്ങളെക്കാലം ധൃതി എനിക്കാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്നത് 1 മണിക്കൂർ പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ നിൽക്കണ ചങ്ങാതിമാർ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നോളി. നിൽക്കുന്ന അത്ര നല്ലതല്ല. വെരിക്കോസിൻ്റെ രോഗമൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ നിന്നൊരു പരിവായി. ഉസ്താദൊക്കെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അൽഹംദുലില്ലാ അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇരിക്കാൻ എന്തോ മനസ്സിനൊരു വല്ലാത്ത ഭയം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അപ്പം ഈ പറയുന്ന ഗുണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് സ്വന്തം ഒന്ന് ചിന്തിച്ചാൽ മതി. വഅദ് പറയുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, ഈ പറയുന്ന സ്വഭാവം നമുക്കുണ്ടോ? അവനവൻ്റെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ കാര്യം ഞാനും, നിങ്ങളുടെ കാര്യം നിങ്ങളും നോക്ക്. അല്ലാഹു പറയുകയാണ്, ഒന്നാമത്തെ സ്വഭാവം എന്താ? ആ സ്വർഗത്തിൽ കടന്നു പോകുന്ന VVIPകളുടെ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹു പറയുന്ന ഒന്നാമത്തെ സ്വഭാവ ഗുണമാ. വഅദ് കേൾക്കാമെന്നിരിക്കുന്നവരെ അല്ലാഹു പറയുന്ന ഈ സ്വഭാവമാർക്കാവുള്ളത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹു പറയുകയാണ്, ഒന്നാമത്തെ സ്വഭാവ ഗുണം എന്താണ്? ഒരു നല്ല കാര്യം പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ ആ കാര്യം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. പറയുന്നവന് താടിയുള്ളവനാണോ, തഴമ്പുള്ളവനാണോ, പ്രായമുള്ളവനാണോ എന്നല്ല. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്കാരമാകട്ടെ, ഒരു ദിക്റാകട്ടെ, ഒരു ദുആയാകട്ടെ, സദഖയാകട്ടെ, എന്തുമാകട്ടെ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
പടച്ചവനെ മനസ്സിന് സമാധാനമില്ല, കിടന്നാൽ ഉറക്കം വരുന്നില്ല. ആ പറഞ്ഞ നല്ല കാര്യമുണ്ടല്ലോ, ആ കേട്ട നല്ല കാര്യമുണ്ടല്ലോ, അത് ചെയ്യണമെന്ന് വല്ലാതെ മനസ്സിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അത് ചെയ്യാതെ ഒരു സമാധാനം കിട്ടൂല. പടച്ചവനെ ഒരു നല്ല കാര്യം പറഞ്ഞാൽ, ഉദാഹരണം ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ, 120ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. ചുമ്മാതെ ഞാനൊന്ന് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരു സദക്ക പറയൂ. എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്, സമ്പന്നനും തിരിഞ്ഞു നോക്കുകയാണ്. ആരാണ് എഴുന്നേക്കുന്നത്, ആരാണ് പറയുന്നത് എന്നാ ചിന്തിക്കുന്നില്ല. പടച്ചവനെ എനിക്ക് സമ്പത്തുണ്ടല്ലോ, അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് പറയണമല്ലോ. നമ്മളിലധികം പേരും അതിന് തയ്യാറാകുന്നില്ല. ഒന്ന് കേറിയിരിക്കാൻ പറഞ്ഞു. എന്തിനാ വഴുതിനാള് കൂടുതൽ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെയല്ല. മുതഅല്ലിമീങ്ങളുടെ കൂടെ അടുത്തിരുന്നാൽ ചന്ദനം ചാരിയ ചന്ദനം മണക്കുമെന്നല്ലേ, മലക്കുകൾ ബഹുമാനിക്കുന്ന വിഭാഗമല്ലേ. ആ മക്കളുടെ കൂടെ ഒന്നിരുന്നാൽ സഹോദരാ നിനക്ക് എന്തെല്ലാം പ്രതിഫലമാണ്, എന്തൊക്കെ നേട്ടമാണ്. അത് കേറിയിരിക്കാൻ പറയുമ്പോഴും ആലോചിക്കുന്നു, വേണോ വേണ്ടയോ. സഹോദരാ ഖുർആൻ പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഈ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ഗുണമാണ് നമുക്ക് വേണ്ടത്. നന്മ ചെയ്യാൻ മത്സരിക്കുകയാണ്, നന്മയ്ക്ക് വേണ്ടി ധൃതി കാണിക്കുകയാണ്. ആ ഫിർദൗസിൽ പോകുന്ന ഒരടിമയെ ഞാൻ പരിചയപ്പെടുത്താം. അല്ലാഹുവിന്റെ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന അല്ലാഹുവിന്റെ ഒരടിമയെ ഞാൻ പരിചയപ്പെടുത്താം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകനെ നമുക്കറിയുമല്ലോ, നമ്മളുമായി വല്ലാത്ത ഒരു ബന്ധമുള്ള പ്രവാചകനാണല്ലോ. ഇബ്രാഹിം നബി അനുസ്മരിക്കാൻ പോവുകയാണ്. ബലിപെരുന്നാള് കടന്നു വരുമ്പോ ഇനിയുള്ള രാവുകൾ ഇബ്രാഹിം നബി അനുസ്മരിക്കുന്ന മാസങ്ങളാണ്. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. യഹ്തതല ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി. 80 വയസ്സുള്ള ഒരാൾ പോലും ഈ മജ്ലിസിൽ ഉണ്ടാകണമെന്നില്ല. 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം നബിയേ സുന്നത്ത് കല്യാണം നടത്തണം നബിയേ. 8 വയസ്സുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന പയ്യനോടല്ല, 8 വയസ്സുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന പയ്യനോടല്ല, 80 വയസ്സുള്ള വൃദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്ന സുന്നത്ത് കല്യാണം നടത്താൻ. പടച്ചവനെ എങ്ങനെയാണ് എന്താണെന്ന് ആർക്കും അറിയില്ല. ഇബ്രാഹിം നബിയോട് പറഞ്ഞു സുന്നത്ത് കല്യാണം നടത്താൻ. ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? വഹുവ ബിൽ ഖദൂ, തന്റെ കയ്യിലൊരു മഴുവിരിക്കുകയാണ്. ഒരു ചെറിയ മഴുവ് തന്റെ കയ്യിലിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് അവിടുന്ന് സുന്നത്ത് കല്യാണം നടത്തുകയാ. അവിടുന്ന് സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ ഖലീലല്ലാഹ്, എന്തേ നബിയേ? ഇബ്രാഹിം നബി ഇങ്ങനെ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. ഇബ്രാഹിം നബി ഇങ്ങനെ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. തന്റെ കയ്യിലിരുന്ന മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ട് ഇബ്രാഹിം നബി ഇങ്ങനെ രക്തവും അതാ ഒലിപ്പിച്ചു കൊണ്ട് നിൽക്കുമ്പോ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ എന്തിനാ നബിയേ, എന്തിനാ നബിയേ ഇത്ര തിരതി കാണിച്ചത്, എന്തിനാ നബിയേ? സമാധാനത്തോടെ മതിയായിരുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിച്ചപ്പോ ഇബ്രാഹിം നബിയുടെ മറുചോദ്യം എന്തെന്നറിയുമോ? ജിബ്രീലേ, അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ
അല്ല ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ പിന്നെ എന്തിനാണ് ആലോചിക്കുന്നത്? പിന്നെ എന്തിനാണ് താമസിപ്പിക്കുന്നത്? അല്ല ചെയ്യാൻ പറഞ്ഞ ചെയ്യണമല്ലോ, പിന്നെ സമയമില്ല. ഇതാണ് അല്ല പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതെ സമാധാനമില്ല, ചെയ്യാതെ ഉറക്കം വരില്ല. മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചെയ്യണം ചെയ്യണം ചെയ്യണം. എന്റെ ചെറുപ്പക്കാരോട്, മക്കളെ ഇന്നത് ചെയ്താൽ ഇന്നതാണ് പ്രതിഫലം, നിസ്കരിച്ചാ ഇന്ന പ്രതിഫലം, സദക്ക കൊടുത്താ ഇന്ന പ്രതിഫലം, ഖുർആൻ ഓതിയാ ഇന്ന പ്രതിഫലം, മക്കളെ ഔറത്തു മറച്ചു നടന്നാൽ ഇന്നതാണ് പ്രതിഫലം. പ്രതിഫലം പറഞ്ഞാ പിന്നെ ചെയ്യാനും മനസ്സുണ്ടാകണം. ഇന്നത്തെ ചെറുപ്പക്കാരങ്ങനെയല്ല. പറയുന്നോട് വാശിയാടോ, പറയും തോറും വാശി കൂടുകയാണ്. ചെയ്യരുതെന്ന് പറഞ്ഞാ ചെയ്ത് കാണിക്കുകയാണ്. പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. ദീൻ പഠിച്ചവനെ, ഉസ്താദെ നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ലെന്ന് പറയുന്ന ഒരു സമൂഹം, ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് ദീനിനെ നാണം കെടുത്തുന്ന യുവത്വത്തിന്റെ കാലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്ത് കാണിക്കുന്ന ചെറുപ്പക്കാര്. ഇതാ കാസർഗോഡ് 2 ദിവസം മുമ്പ് പടച്ചവനെ വാട്സപ്പിൽ ഒരു വീഡിയോ കാണുകയാണ്. സിനിമാ തിയേറ്ററിന്റെ ഉള്ളിലകത്ത് കയറിയിരുന്നിട്ട് ഫർദയും ഹിജാബും ധരിച്ച മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും സിനിമയ്ക്കകത്ത് ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്ന മക്കളുടെ കാലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സങ്കടം തോന്നാറുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാമല്ലോ. എന്തിനാ വീഡിയോ പിടിക്കുന്നത്? എന്തിനാ ഷെയർ ചെയ്യുന്നത്? എന്തിനാ ഉമ്മത്തിനെ നാണം കെടുത്തുന്നത്? എവിടെ എത്തിയിരിക്കുന്ന യുവതലമുറ! എന്തൊരു ചങ്കൂറ്റമെന്നറിയുമോ, എന്തൊരു ധൈര്യമെന്നറിയുമോ? വഅലിന്റെ മജ്ലിസിൽ ദുആ ചെയ്താൽ ആമീൻ പറയാ സമയമില്ല. സിനിമാ തിയേറ്ററിനകത്ത് നായകം ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്ന യുവത്വമേ. എന്നാൽ 1400 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ ജീവിച്ചിരുന്നു. ആ ചെറുപ്പക്കാരുടെ ചരിത്രം നീയൊക്കെ കണ്ടുപഠിക്കണം യുവത്വമേ. എന്റെ പ്രിയപ്പെട്ടവര്, അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, ആരാണോ ഇന്ന് ഷഹീദാകുന്നത്, ആരാണോ ഇന്ന് ഷഹീദാകുന്നത് അവർക്ക് സ്വർഗമുണ്ട് സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറയുമ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ അവിടുന്ന് അറിയുകയാണ്, ഈ രണാങ്കണത്തിൽ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുകയാണ്. ഉമൈർ ചാടുകയാണ്, ഉമൈർ തുള്ളിച്ചാടുകയാണ്. ഉമൈർ തുള്ളിച്ചാടുന്നത് കണ്ടപ്പോ എല്ലാവരും ചോദിക്കുന്നു, ഉമൈറേ എന്തിനാ തുള്ളിച്ചാടുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടോ, മുത്തുനബി പറഞ്ഞത് കേട്ടോ, ഈ രണാങ്കണത്തിൽ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ആ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. പഠിച്ചവനെ, ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക്, മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ ആ ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, ഈ രണാങ്കണത്തിൽ ഷഹീദാകുന്നവർക്ക് സ്വർഗം കിട്ടുമോ നബിയേ? സ്വർഗം കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ സംശയം, എന്തേ ഉമൈർ? സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഉമൈർ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഉമൈർ. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ഇറങ്ങി പോവുകയാണ്. കയ്യിലൊരു കാരക്ക കിട്ടി, കയ്യിലൊരു കാരക്ക കിട്ടി. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ കാരക്ക താഴെ വെക്കുകയാണ്. കടിച്ചിട്ട് പോകടാ ഉമൈർ, എന്തായാലും ഒരു കാരക്ക എടുത്തതാണല്ലോ.
എന്തായാലും ഒരു കാരക്ക കഴിക്കാനെടുത്തതല്ലേ, അത് കഴിച്ചിട്ട് പോകടാ ഉമൈർ. ഉമൈറിന്റെ മറുപടി എന്തെന്നറിയുമോ? അർജു അന്നകൂന മിൻ അഹ്ലിഹാ. ഉമൈറിന്റെ മറുപടിയാണ്, നബി തങ്ങളെ പറഞ്ഞത് കേട്ടില്ലേ, ഇന്ന് ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്നാണ്. ഈ കാരക്ക കഴിക്കുന്ന സമയം പോലും ഇനി മാറ്റിവെക്കാനില്ല. ഈ കാരക്ക കഴിക്കുന്ന സമയം പോലും എനിക്കിനി ഈ ദുനിയാവിൽ ജീവിക്കാൻ വയ്യ. എനിക്ക് വേണ്ടത് സ്വർഗമാണ്. രണാങ്കണത്തിലേക്ക് കടന്നുപോയി ഷഹീദായ സ്വഹാബിയാണ് ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു തആല അൻഹു. ഇതാ ചെറുപ്പക്കാരാ, അന്നത്തെ ചെറുപ്പക്കാരങ്ങനെയാണ്. ഇന്നത്തെ യുവതലമുറ നേരെ എതിരാണ്. പറയുന്നതിന് വിപരീതം ചെയ്യുകയാണ്, അത് പ്രചരിപ്പിക്കുകയാണ്, ദീനിനെ നാണം കെടുത്തുകയാണ്, പ്രസംഗിക്കുന്ന ഉസ്താദിനെ ട്രോളുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മത്സരിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ, മത്സരിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, സ്വഹാബ, അള്ളാന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബ. എല്ലാരും ഇറങ്ങി പോവുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, നിയമസഭയിൽ വിജയിക്കണമെന്നല്ല, MLA ആകണമെന്നല്ല, സ്ഥാനം കിട്ടണമെന്നല്ല. ഉമർ തങ്ങൾക്ക് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എനിക്ക് വിജയിക്കണം പടച്ചവര്, അബൂബക്കറിനെ പരാജയപ്പെടുത്തണം, അബൂബക്കറിനെ പരാജയപ്പെടുത്തണം, എനിക്ക് വിജയിക്കണം തമ്പുരാന്. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും വിജയിക്കുന്നത് അബൂബക്കർ തങ്ങളാണ്. ഏത് കാര്യത്തിനും ഒന്നാമൻ അബൂബക്കറാണ്, അബൂബക്കറാണ് എന്നും വിജയിക്കുന്നത്. അബൂബക്കറിന്റെ സ്വഭാവം അങ്ങനെയാണ്. നബി തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, സ്വഹാബ, സുബഹി നമസ്കാരം കഴിഞ്ഞു. നബി തങ്ങൾ ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ സഹാബ? ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ സ്വഹാബ? അബൂബക്കർ തങ്ങൾ എഴുന്നേക്കുന്ന, ഞാനുണ്ട് നബിയേ, എനിക്കിന്ന് നോമ്പാണ് നബിയേ. നബി തങ്ങൾ ചോദിക്കുന്നു, ഇന്ന് സദക്ക കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ എഴുന്നേക്കുന്ന, ഞാനുണ്ട് നബിയേ. ഇന്ന് രോഗസന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ പറയുന്ന, ഞാനുണ്ട് നബിയേ. ഇന്ന് ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ പറയുന്ന, ഞാനുണ്ട് നബിയേ. എന്തു ചോദിച്ചാലും അബൂബക്കറാണ്, എന്തിനും ഒന്നാമൻ അബൂബക്കറാണ്. അതുകൊണ്ട് ഒരിക്കലെങ്കിലും എനിക്കൊന്ന് പരാജയപ്പെടുത്തണം. അബൂബക്കർ തങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് തോൽപ്പിക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു നിന്നു. നമ്മൾ മത്സരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ്. നമ്മൾ മത്സരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി. എന്തൊരു കഷ്ടപ്പാട്, എന്തൊരു പരിശ്രമം, എന്തൊരു ത്യാഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ വരാനും നിസ്കരിക്കാനൊക്കെ പറയുമ്പോൾ എന്തൊരു ചൂടാ ഉസ്താദേ. ഓ, എന്തൊരു ചൂട്, എന്തൊരു പ്രയാസം. ഈ ഇലക്ഷന് കിടന്ന് തെക്കും തിടമ്പോ ഓടപ്പം നിനക്കൊന്നും ചൂടില്ലായിരുന്നല്ലോ. സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചൂട് കൊള്ളാൻ നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇലക്ഷന് വേണ്ടി രാവും പകലും ചൂടുമില്ല. ഇലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിച്ചു, കുറച്ചു ദിവസമേ ഉള്ളൂ, പിന്നെ ഉറക്കോ ഇല്ല, തീറ്റിയില്ല. സ്ഥാനാർത്ഥിക്ക് വേണ്ടി കിടന്ന് മരിക്കുകയായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പറ്റൂല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരു സമയമില്ല. നമ്മൾ മത്സരിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കണോ? ഇവിടെ തെരഞ്ഞെടുപ്പൊന്നും ഇല്ലല്ലോ അപ്പ പള്ളിയിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ഒരിക്കലും പള്ളിയിൽ, ഓരോ പള്ളികളിൽ എൻ്റെ ഒരു അനുഭവം, ഞാനൊരു പള്ളിയുടെ മുമ്പിൽ ഫ്ലെക്സ് വെച്ചേക്കുന്നു. 36 സ്ഥാനാർത്ഥികളും ഉണ്ട്, ചിഹ്നവും ഉണ്ട്. എവിടെ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല, അള്ളാഹുടെ പള്ളിയുടെ തിരഞ്ഞെടുപ്പ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പള്ളിയൊക്കെ, പള്ളി എന്ന് പറഞ്ഞാൽ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ കാലം. അത് ആർക്കാ ആകണ്ടെന്ന് വെച്ചാൽ ആയാൽ പോരെ. എന്തിനാ ഈ തെരഞ്ഞെടുപ്പൊക്കെ? നീ സെക്രട്ടറിയോ പ്രസിഡന്റോ ആരാന്ന് വെച്ചാൽ ആയിക്കോ. ഇവിടുത്തെ കമ്മിറ്റിക്കാരാരാന്ന് എനിക്കറിയില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. പ്രസിഡന്റ് ആരാപ്പാ? മാഷ്, അൽഹംദുലില്ലാ. അബ്ദുൽ ഹമീദ് മാഷ്. ശബ്ദം ഇത്തിരി കുറവാന്ന് തോന്നുന്നില്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. പണ്ടത്തെ ആൾക്കാരോട് വീട്ടിൽ പോയിട്ട് പറയും, കാക്കാ പാപ്പ നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് ആകണം കേട്ടോ. ഞാൻ ഇരുന്നോട്ടെ ഉസ്താദ്, ഇരുന്നോട്ടെ.
മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പണ്ടത്തെ കാലത്തൊക്കെ ജനങ്ങൾ വീടുകളിൽ പോയിട്ട് പറയും, നാട്ടുകാരും കൂടെ പറയും, നിങ്ങൾ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ആകണം, നിങ്ങൾ ജമാഅത്തിൻ്റെ സെക്രട്ടറി ആകണം. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയും, എനിക്കതിനുള്ള യോഗ്യത ഒന്നുമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി നോക്കാൻ, എനിക്കതിനുള്ള അർഹതയൊന്നുമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി നോക്കൂ. പണ്ടത്തെ ആൾക്കാർ അങ്ങനെ. ഇന്ന് കാലഘട്ടം മാറി. ഇന്ന് പോയിട്ട് 500 കൊടുത്തിട്ട് പറയും, പൊതുയോഗത്തിൽ പേര് പറയുമ്പോൾ നീ കൈ വെക്കണമെന്ന്. ഇതാ അവസ്ഥ. പള്ളി പരിപാലനൊക്കെ ഇന്ന് ഭരണമായി മാറി. പള്ളി പരിപാലനൊക്കെ മാറി ഇന്ന് ഭരണമായി മാറി. എവിടെ ചെന്നാലും ഇമാമിന്റെ ഫോൺ നമ്പരൊന്നും കാണൂല. സെക്രട്ടറി, പ്രസിഡന്റ്, സർവ്വതിൻ്റെയും പേരും ഫോൺ നമ്പറിൽ എഴുതി വെച്ചേക്കും. ഇവിടെ പണ്ടത്തെ ആൾക്കാർക്ക് പള്ളി പരിപാലിക്കാൻ പറഞ്ഞാൽ അവർക്ക് പേടി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് പൈസ കൊടുത്തിട്ട് ഇലക്ഷൻ നടത്തുന്ന കാലം, വോട്ട് പിടിക്കുന്ന കാലം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, പണ്ടുള്ള പ്രായമുള്ള ആൾക്കാർ പള്ളിപ്പറമ്പിൽ കയറുമ്പോൾ ചെരുപ്പ് കൈ പിടിക്കും. അവർ ചെരുപ്പൂരി കൈ പിടിച്ചിട്ടാ പള്ളിയിൽ കയറുക. ചിലരിറങ്ങിപ്പോകുന്ന സമയത്ത് ചെരുപ്പ് ഇങ്ങനെ മതിലിന്റെ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ തട്ടും, എന്നിട്ട് ഇറങ്ങിപ്പോവാ. എന്തെന്ന് വെച്ചാൽ പറയും, പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ട് അതെടുത്തുകൊണ്ട് പുറത്തിട്ട അള്ളാഹു എങ്ങാനും ചോദിക്കുമോ എന്ന് പേടിച്ചിട്ട് പള്ളി വരുമ്പോൾ ചെരുപ്പ് പോലും ധരിക്കാത്ത കാരണവന്മാരുണ്ടായിരുന്നു. ഇന്ന് പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വരെ വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയുടെ ബാത്റൂമിൽ എന്തിനാ ഇപ്പൊ വെട്ടിയിടുന്നത്? പള്ളി അത് എല്ലാവർക്കും അറിയണ കാര്യം. എൻ്റെ പ്രസിഡന്റ്, ഇവിടെ മൂത്രപ്പേരയുടെ മുമ്പിൽ കിടക്കണ ചെരുപ്പ് അതെല്ലാവർക്കും അറിയാം. എന്തിനാണ് അതിന്റെ മൂക്ക് വെട്ടണമെന്നറിയില്ല. ഈ ബാത്റൂമിൽ ഇട്ടിരിക്കണത് ചങ്ങലയിലാണ് കിട്ടിയിരിക്കണ കപ്പ എന്തിനാണെന്നറിയില്ല. ഇത് നമ്മൾ ചിരിക്കാൻ പറഞ്ഞല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കിയ എന്തേന്ന്. ഇവിടെ വെള്ളിയാഴ്ച പള്ളി വന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോ വാപ്പ തിരയ, ചെരുപ്പ് കാണുന്നില്ല, പോയി, അത് പോയി, കൊണ്ടുപോണ്ടവൻ പോയി. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാ അവസ്ഥയെന്നറിയോ, വല്ലാത്തൊരവസ്ഥയിടോ. ഇന്നൊന്നും മാറുന്നില്ല. പ്രസിഡന്റ്, സെക്രട്ടറിയും കമ്മിറ്റിക്കാരായി കഴിഞ്ഞാൽ ഇൽമു പഠിച്ച ആലിമ ഉസ്താദിന്റെ റൂം ഇങ്ങോട്ട് പോകണം കമ്മിറ്റിക്കാരുടെ അവസ്ഥയിലേക്ക്. ഇതാ അവസ്ഥ. അള്ളാഹു ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാടുമായിട്ടും അൽഹംദുലില്ലാ നല്ല ദീനീ ബോധമുള്ളൊരു നാടാ. അള്ളാഹു ഇതിന് ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോകണം. അൽഹംദുലില്ലാ. ആർക്കാണോ പ്രസിഡന്റ്, പിന്നെ ഈ സത്യം പറഞ്ഞ ഈ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആകാൻ പാടില്ലടോ. ഇവരോടല്ല ഞാൻ പറയണത്, നിങ്ങളോട്. നിങ്ങളൊന്നും മത്സരിക്കാനൊന്നും നിൽക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ പിന്നെ ആരും ഈ പണിക്ക് പോവില്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആരും ആവില്ല. അവനവന്റെ കാര്യം നോക്കി നടക്കും. ഞാൻ ആ ആയത്ത് പറഞ്ഞു തരുന്നില്ല. ഈ ചങ്ങായിമാര് രാജിവെച്ചാലോ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ വസ്താനടി വെച്ചാൽ മതി. ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ പിന്നെ നമ്മളതിന് നിൽക്കൂല. അത്രയ്ക്കും ഭയക്കേണ്ട ഒരു കാര്യമാണ് പള്ളി. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കണ കാലത്ത് ഒരാള് റൂമിൽ കയറി വന്നു. ഉമർ തങ്ങളുടെ റൂമിലേക്ക് ഒരാൾ കയറി വന്നു, കുടുംബക്കാരൻ കയറി വന്നു. ഇറങ്ങിപ്പോണേ ഇല്ല. ഈ ചങ്ങാതി ഇങ്ങനെ ഇരുന്ന് കഥ പറയുക. ഇപ്പൊ പോകേണ്ട സമയം കഴിഞ്ഞിട്ട് ഇയാൾ പോകാതെ ഇങ്ങനെ ഇരുന്ന് കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഉമർ തങ്ങൾ പതുക്കെ വിളക്കം അണച്ചു വെച്ചു. കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചു. ഇയാൾ അങ്ങോട്ട് വൈലന്റായി. ഇയാൾ ഉമർ തങ്ങളുടെ നേരെ കിടന്ന് ചാടെ, എന്തിനാ വിളക്കണച്ച നീ? കുടുംബക്കാരനെ ഉമർ തങ്ങൾ അങ്ങോട്ട് കയറി കയർക്ക, നീ തന്നെ നാണം കെടുത്തിയതാ, കളിയാക്കുന്നോ? ഉമർ തങ്ങൾ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ചങ്ങാതി ഇതെന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയല്ല, ഇത് ബൈത്തുൽ മാലിലെ പൈസ കൊടുത്ത് വാങ്ങിച്ച എണ്ണയാ. നീ എൻ്റെ അടുത്ത് കുടുംബകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് കത്തിച്ചു വെച്ചാൽ ചിലപ്പോൾ അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുന്നു. എത്രത്തോളം പേടിക്കണം സഹോദര. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മത്സരിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യത്തിനാ. എന്നാൽ അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും മത്സരിക്കുക, അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. വീട്ടിൽ ചെന്നിട്ട് തന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് 2 വിഹിതമാക്കി സമ്പത്തിന്റെ നേറു പകുതി എടുത്തു. ഉമർ തങ്ങൾ ചിന്തിക്ക, എന്തായാലും അബൂബക്കർ എന്നെ പോലെ കൊണ്ടുവരൂല, അബൂബക്കർ കൊണ്ടുവരൂല. നേരെ സമ്പത്തിന്റെ പകുതി എടുത്തുകൊണ്ടില്ല ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, നബിയേ എന്റെ സമ്പത്തിന്റെ നേർ പകുതി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി. നബി തങ്ങൾക്ക് എന്നാ സന്തോഷം അറിയോ? ഇവിടെ നിങ്ങൾ വല്ലാതെ ദുആ ചെയ്തു. ഉമർ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു. തന്റെ സമ്പാദ്യത്തിന്റെ നേറു പകുതി കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ ദീനിന് കൊടുത്തു. ഉമർ തങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളതുമായി വരുന്നു, നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നു, ദുആ ചെയ്യുന്നു. ഉമർ തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കണം. അബൂബക്കർ എവിടെ? അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം വരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കുമ്പോ ഒരു ചെറിയ പൊതിയേ ഉള്ളൂ, കയ്യിലൊരു ചെറിയ പൊതി. അപ്പൊ ഉമർ തങ്ങൾക്ക് സന്തോഷമായി, എന്നെ പോലെ വലുതൊന്നും ഇല്ലല്ലോ, അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ വിജയിക്കും. നേരെ ഓടി നബി തങ്ങൾ അടുത്ത് വന്നു നിന്നു.
അബൂബക്കർ തങ്ങൾ ആ ചെറിയ പൊതി കൊണ്ടുവന്ന് നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തു. നബിതങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ? എൻ്റെ സമ്പാദ്യം എൻ്റെ കയ്യിലുള്ളത് മുഴുവനും ഞാൻ തന്നിരിക്കുന്നു നബിയെ, ഇനി ഇതല്ലാതെ ഒന്നുമില്ല, അള്ളാഹും അവൻ്റെ റസൂൽ അല്ലാതെ ഒന്നുമില്ല, എൻ്റെ സമ്പാദ്യത്തിലുള്ളതിൽ അവസാനത്തത് മുഴുവനും കൊടുത്തു. അവിടെയും ഉമർ തങ്ങൾ പരാജയപ്പെട്ടു. ഇതാണ് നന്മയ്ക്ക് വേണ്ടി മത്സരിക്കണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കണം. നമുക്കൊന്ന് മത്സരിക്കാം. ഒരു നന്മയുടെ വിഷയത്തിൽ നമുക്കുമൊന്ന് മത്സരിക്കാം. ആരാ പറഞ്ഞു തരുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മരുമകനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. നമുക്ക് ചരിത്രമറിയുമല്ലോ. ഒരു ദിവസം അല്ലാഹുവേ അലിയാര് തങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ അലിയാര് തങ്ങൾ ക്ഷീണിച്ചു വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് സലാം പറഞ്ഞു അതാ മടക്കുകയാണ്. അലിയാര് തങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമയുടെ മുഖത്തൊരു സങ്കടം കാണുകയാണ്. എന്തേ ഫാത്തിമ, മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. ഫാത്തിമ പറഞ്ഞു, ഒന്നുമില്ല. അലിയാര് തങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലൊന്ന് പിടിക്കുകയാണ്. ഫാത്തിമ പെട്ടെന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ കൈപിടിച്ചു നോക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാ. പടച്ചവനെ, എന്തു ചെയ്തിട്ടാണെന്നറിയുമോ? കല്ല് പിടിച്ചിട്ട് ഫാത്തിമ ബീബിയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. പെങ്ങളെ, അലിയാര് തങ്ങളെ പാവപ്പെട്ടവനാണ്. ഗോതമ്പ് കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഫാത്തിമയത് കല്ലിലിട്ട് പൊടിക്കുകയാ. ഫാത്തിമ കല്ലിലിട്ട് പൊടിക്കുകയാണ്. ആ കല്ല് പിടിച്ചു ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോൾക്ക് വല്ലാത്ത കഷ്ടപ്പാടായിരുന്നു. ആ പൊടിച്ചു കൊടുക്കുന്ന മാവ് കൊണ്ടുപോയി വിറ്റിട്ടാണ് അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും ജീവിക്കുന്നത്. വല്ലാത്ത കഷ്ടപ്പാട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജോലിയുടെ തിരക്കറിയണമെങ്കിൽ അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയുടെ തിരക്കറിയണമെങ്കിൽ ഫാത്തിമ ബീവിക്ക് ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കളുണ്ട്. 2 പേരും 1 വയസ്സിന്റെ വ്യത്യാസമാണ്. 1 വയസ്സിന്റെ വ്യത്യാസമേ 2 പേർക്കുമുള്ളൂ. അല്ലാ, മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് കയറ് കെട്ടിയിട്ട് ഒരു ഭാഗം ഫാത്തിമയുടെ കാലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. മക്കളെങ്ങാനും കരഞ്ഞ മാവ് പഠിക്കുന്ന സമയത്ത് ഫാത്തിമ കാലുകൊണ്ടിങ്ങനെ ആട്ടുമായിരുന്നു. അത്രത്തോളം ജോലിയാണ്. ആ കൈപൊട്ടിയിരിക്കുകയാണ് ഫാത്തിമ. 2 പേരും രാത്രിയിൽ കിടക്കുകയാണ്. അലിയാര് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അള്ളാന്റെ റസൂലിന്റെ മകളാണല്ലോ, മുത്തുനബിയുടെ പൊന്നുമോളാണല്ലോ, വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ. ഉറങ്ങാതെ കിടക്കുന്ന ഫാത്തിമയോട് അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ? നിന്റെ സങ്കടം മാറാൻ, നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ? എന്തേ അലിയേ ഫാത്തിമ? നേരം വെളുത്താൽ നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് നീ നിന്റെ വാപ്പയെ കാണാൻ പോകണം ഫാത്തിമ. അള്ളാന്റെ റസൂലിനെ കാണാൻ പോകണം ഫാത്തിമ. എന്നിട്ട് നിന്റെ കഷ്ടപ്പാട് പറയണം, നിന്റെ സങ്കടങ്ങൾ പറയണം. നിന്റെ വാപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ. നിന്റെ സങ്കടമെല്ലാം പറഞ്ഞിട്ട് വാപ്പയോട് ചോദിക്കണം, ഉപ്പാ, എനിക്ക് സഹായത്തിനൊരു ജോലിക്കാരനെ വേണം വാപ്പാ, എനിക്ക് സഹായത്തിന് ഒരു ജോലിക്കാരനെ വേണം വാപ്പാ. വാപ്പാടെ കയ്യിൽ ഒരുപാടുണ്ട് ഫാത്തിമ, റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ. നീ ചോദിച്ചാ വെറും കയ്യോടെ മടക്കൂല. എന്തായാലും നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നിനക്കൊരു ജോലിക്കാരെ തരും ഫാത്തിമ. നിന്റെ സങ്കടം മാറുമല്ലോ, നിന്റെ കഷ്ടപ്പാട് മാറുമല്ലോ. അലിയാര് തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ചിന്തിക്കുന്നു, ശരിയാണല്ലോ അല്ലാ, ഈ
ഈ പറഞ്ഞത് ശരിയാണല്ലോ. നിബിതങ്ങളോട് ചോദിച്ചാൽ എന്തായാലും ഒരടിമയെ കിട്ടുമല്ലോ. സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തു, സുബഹി നമസ്കാരം കഴിഞ്ഞു, ജോലിയെല്ലാം കഴിഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് സന്തോഷത്തോടെ പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാൻ, അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ സന്തോഷത്തോടെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് വീട്ടിലില്ല. നിബിതങ്ങൾ വെളുപ്പാങ്കാലത്തെ ഒരു യാത്ര പോയി. വലിയ പ്രതീക്ഷയോടുകൂടി ഫാത്തിമ കടന്നു പോയതാണ്. ഉപ്പയില്ലെന്നറിഞ്ഞപ്പോൾ സങ്കടമാവുകയാണ്. ആയിഷ ഉമ്മാടെ മുമ്പിൽ കരയുകയാണ്. ഉമ്മാനോട് സങ്കടങ്ങൾ പറയുകയാണ്. തന്റെ പ്രയാസങ്ങളും തന്റെ ബുദ്ധിമുട്ടുകളും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമ്മാ, ഉപ്പ വരുമ്പോ പറയണേ ഉമ്മാ. അതാ ആയിഷ ബീബി സമാധാനിപ്പിക്കുകയാ. ഉമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഉമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. സങ്കടങ്ങളും പരാതികളും പറയുമ്പോ സമാധാനിപ്പിക്കേണ്ടവളാണ് ഉമ്മ, സമാധാനിപ്പിക്കേണ്ടവളാണ് ഉമ്മ. ആയിഷ ബീബി സമാധാനിപ്പിക്കുകയാണ്. വാപ്പ വരുമ്പോ ഞാൻ പറയാം ഫാത്തിമ, നിബിതങ്ങൾ വരുമ്പോ ഞാൻ പറയാം ഫാത്തിമ, നിനക്കൊരു ജോലിക്കാരനെ ഞാൻ വാങ്ങിച്ചു തരാം ഫാത്തിമ. തന്റെ പൊന്നാര മകളെ സമാധാനിപ്പിച്ച് ആശ കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അന്ന് പാതിരാത്രിയിലാണ് നിബിതങ്ങൾ കടന്നു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. നിബിതങ്ങൾ വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറുകയാണ്. നിബിതങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ആയിഷ ബീബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ, പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ. വല്ലാത്ത സങ്കടത്തിലാ നബിയേ. പൊന്നുമോളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമയുടെ സങ്കടങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടുകയാണ്. നിബിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. നിബിതങ്ങൾ ആ പാതിരാത്രിയിൽ ചാടി എഴുന്നേക്കുകയാണ്. ആയിഷ ബീബി ചോദിച്ചു, എവിടെ പോകുന്നു നബിയേ? എനിക്കെന്റെ പൊന്നുമോളെ കാണണം, എനിക്കെന്റെ പൊന്നുമോളെ കാണണം നബിയേ. രാത്രിയായി നബിയേ, ഒരുപാട് നേരം രാത്രിയായി, രാവിലെ പോകാൻ നബിയേ. നിബിതങ്ങൾ പറഞ്ഞു, ഇല്ല ഫാത്തിമ, എനിക്ക് കാണണം. ആ രാത്രിയിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഫാത്തിമ എന്ന കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുമ്പിൽ ചെന്ന് അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് സലാം പറഞ്ഞു വീടിന്റെ അകത്തേക്ക് കിടക്കുകയാണ്. അതാ അലിയാര് തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞിരിക്കലിയേ, ഇരിക്കു ഫാത്തിമ. രണ്ടുപേരുടെയും ഇടയിൽ ഇരിക്കുകയാണ്. അള്ളാന്റെ റസൂല് തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നാര മകളുടെ കൈ പിടിക്കുകയാണ്. അതാ ജോലി ചെയ്ത് പടച്ചവനെ കൈപൊട്ടിയിരിക്കുന്ന പൊന്നാര മകളുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നിബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താ അള്ളാഹു തരുന്ന പ്രതിഫലം നിനക്കറിയുമോ ഫാത്തിമ? നിബിതങ്ങളുടെ ചോദ്യമാണ്. ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഫാത്തിമ? വാപ്പയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം, വാപ്പയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം. നിബിതങ്ങളെ സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും മക്കളെ സ്നേഹിച്ചിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കുകയുമില്ല. ആ പ്രവാചകം തന്റെ പൊന്നാര മകള് ഭർത്താവിന്റെ വീട്ടിലെ സങ്കടം പറഞ്ഞപ്പോ, പരാതി പറഞ്ഞപ്പോ, കഷ്ടപ്പാട് പറഞ്ഞപ്പോ നിബിതങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരാനല്ല പറഞ്ഞത്, നിബിതങ്ങൾ വാപ്പയാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വാപ്പമാര്, നീ ഒരു ഉപ്പയാണെന്ന ബോധം വേണം. എടുത്തു ചാടേണ്ട മനുഷ്യനല്ല, എടുത്തു ചാടേണ്ട മനുഷ്യനല്ല, വാശി കാണിക്കേണ്ട മനുഷ്യനല്ല. ഇന്ന് തൊട്ടതിനും പിടിച്ചതിനും വഴക്കാടോ. മക്കളുടെ ജീവിതം തന്നെ തകരുകയാണ്. സ്വന്തം മകളുടെ ജീവിതം തകരുന്നതിൽ വാപ്പയ്ക്ക് സങ്കടമില്ല.
ഉമ്മയ്ക്ക് സങ്കടമില്ല. അതാ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വാപ്പയെക്കാളും പയ്യനെക്കാളും വാശി അതാ പയ്യന്റെ ഉമ്മയ്ക്കാണ്, പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ ഉമ്മയ്ക്കാണ്. ഈഗോയാണ്. താഴ്ന്നു കൊടുക്കാൻ മനസ്സു വരുന്നില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സു വരുന്നില്ല. രണ്ടുപേരും കൂടെ 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. സമ്മതിക്കാറില്ല. പടച്ചവനെ രണ്ടിനെയും 2 തട്ടാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാ വാപ്പ അങ്ങനെയാകരുത്. നീ നിന്റെ പഴയ കഥയൊക്കെ ഓർത്തു നോക്ക് പെങ്ങളെ, നീ നിന്റെ പഴയ അവസ്ഥയൊക്കെ ചിന്തിച്ചു നോക്ക്. എന്നിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിന്റെ വീട് പോലെയാകണമെന്നില്ല ഭർത്താവിന്റെ വീട്. ഞാൻ പറഞ്ഞു വന്നത് നബിതങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം ചോദിച്ചു, ഫാത്തിമ ഒരടിമയെ ചോദിച്ചല്ലോ ഫാത്തിമ, ഒരു ജോലിക്കാരനെ ചോദിച്ചല്ലോ ഫാത്തിമ. മോളെ ഫാത്തിമ, ജോലിക്കാരനെ വേണോ, അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? അള്ളാന്റെ റസൂലിന്റെ ചോദ്യമാണ്. നിനക്ക് സഹായത്തിനൊരു പണിക്കാരനെ വേണോ, അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? വാപ്പാ, എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണം ബാപ്പാ. മുത്തുനബിയുടെ പൊന്നാര മകള് ചോദിക്കുമ്പോ എന്താണ് ഉപ്പ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് റസൂല് തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു അറിവാണ്. ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറഞ്ഞിട്ടേ ഉറങ്ങാവൂ ഫാത്തിമ. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ നന്മ കിട്ടുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും നേരം എടുത്തത് സുബ്ഹാനല്ലാഹ് പറയാനാണോ, അൽഹംദുലില്ലാഹ് പറയാനാണോ, അല്ലാഹു അക്ബർ പറയാനാണോ? കാരണം ഇതൊക്കെ നമുക്ക് സാധാരണ ചെറിയ ഒരു നന്മയായി പോയി. നമുക്കതിന് വലിയ സ്ഥാനം കൊടുക്കുന്നില്ല. നമുക്കതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാണ്, നമുക്കതിന്റെ പ്രതിഫലം അറിയാഞ്ഞിട്ടാണ്. പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, പെങ്ങളെ 27 കൊല്ലമേ ഫാത്തിമ ജീവിച്ചുള്ളൂ. ഫാത്തിമ 29 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. 29ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറയുന്നത്. മരിക്കുന്ന ദിവസം വരെ മറന്നില്ല ഉമ്മ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് വാപ്പ പറഞ്ഞു കൊടുത്ത ആ ഒരു നന്മയുണ്ടല്ലോ, ആ സുബ്ഹാനല്ലാഹ് ഉണ്ടല്ലോ, ആ അൽഹംദുലില്ലാഹ് ഉണ്ടല്ലോ, ആ അല്ലാഹു അക്ബർ ഉണ്ടല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്ന ദിവസം വരെ മറന്നിട്ടില്ല, മരിക്കുന്നത് വരെ മുടക്കിയിട്ടില്ല. അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്, ഞാനും മുടക്കിയിട്ടില്ല. എന്റെ മുത്തുനബി അന്ന് പറഞ്ഞു തന്ന ആ നന്മയുണ്ടല്ലോ, ഞാൻ മുടക്കിയിട്ടില്ല, മരിക്കുന്ന കാലം വരെ മുടക്കുകയുമില്ല. അലിയാര് നിങ്ങൾ പറയുകയാണ്, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ ഈ പറയുന്നത് വരെ മുടക്കിയിട്ടില്ല, മരിക്കുന്നത് വരെ മുടക്കുകയുമില്ല. പടച്ചവനെ, ഇതാണ് നന്മ. അതുകൊണ്ട് ഈ ബക്കായി കാണുന്ന പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരോട്, സഹോദരാ, നിനക്ക് കഴിയുമോ ഈ നന്മ ചെയ്യാൻ? ഇന്ന് വഴുത കടിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് എല്ലാം കടിഞ്ഞിട്ട് അവസാന കിടപ്പറയിലേക്ക് കടന്നു വന്ന് കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകൾക്ക് പറഞ്ഞു കൊടുത്ത ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നത് വരെ ചെയ്ത അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ
മരിക്കുന്നത് വരെ ചെയ്ത ഈ നന്മയൊന്ന് ചെയ്യാ മനസ്സുണ്ടോ സഹോദരാ? ഈ നന്മയൊന്ന് ചെയ്യാ മനസ്സു കാണിക്ക്. ഉസ്താദേ മുടക്കുകയില്ല, ഇൻഷാ അല്ലാഹ് പറയും ഉസ്താദേ. എന്തായാലും ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ദിക്റ് പറയാതെ ഉറങ്ങൂല. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നബിതങ്ങൾ തന്റെ പൊന്നാര മകൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു നന്മ, ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഉസ്താദെ എന്നും പറയണമെന്ന് ഞാൻ പറയില്ല, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ദിക്റ് പറഞ്ഞിട്ടേ കിടന്നുറങ്ങൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് കൈപൊക്കുക നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ, ഒന്ന് കൈപൊക്കി. ഇന്നത്തെ ഒരു രാത്രി, നാളെ ചെയ്യണമെന്നുള്ളത് നിന്റെ ഇഷ്ടം. ഇൻഷാ അല്ലാഹ് കൈപൊക്കിയോ? അള്ളാഹുവെ, ആരെല്ലാം ഈ സദസ്സിലിരുന്ന് കൈപൊക്കിയോ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും ഈ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. അള്ളാഹുവെ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈകൊണ്ട് തന്നെ വാങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ പടച്ചവനെ. അള്ളാഹുവെ, ഹൗലുൽ കൗസർ മതി വരുവോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഉയർത്തിയ കൈകൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പടച്ചവനെ. ആ നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ ഈ കൈപൊക്കിയെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. കൈപൊക്കാത്തവരെ നീ നന്നാക്കണേ അല്ലാ, കൈപൊക്കാത്തവരെ നീ നന്നാക്കണേ അല്ലാ. 1,00,000 രൂപ തരാവോ എന്നല്ല ചോദിച്ചേ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാ പറയാവോ? മരിക്കുന്ന കാലം വരെ പറയാനൊന്നും പറഞ്ഞില്ല, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും പറയുന്നു പറഞ്ഞപ്പോൾ മസിൽ പിടിച്ചിരിക്കുന്നവന് വേണ്ടി ഞാൻ എന്നാ പറയാനാ? അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഒന്നുകൂടെ കൈപൊക്കിക്കേ. അൽഹംദുലില്ലാ. അപ്പോൾ കുറച്ച് കൈകൂടെ പൊങ്ങി. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഇവിടെ നിസ്കാരം കഴിഞ്ഞു, നമ്മൾ സുബ്ഹാനല്ലാ പറയും. നബിതങ്ങൾ ഒരിക്കൽ സഹാബത്ത് നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, ഈ പ്രതിഫലം മുഴുവനും സമ്പന്നന്മാർ കൊണ്ടുപോവാ, അവർ സക്കാത്ത് കൊടുക്കുന്നു, സദക്ക് കൊടുക്കുന്നു, ഉംറയ്ക്ക് പോകുന്നു, ഹജ്ജിന് പോകുന്നു, ഞങ്ങൾ എന്ന് പോകാനാ? ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഈ പാവപ്പെട്ട ഞങ്ങൾ ഇന്ന് ഹജ്ജിന് പോകാനാ, എന്ന് ഉംറയ്ക്ക് പോകാനാ? അപ്പം നബിതങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ? എന്തേ നബിയെ? നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഹജ്ജിൻ്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ സലാം വീട്ടിയിട്ട് ഒറ്റ ഓട്ടമാണ്, നമുക്ക് എന്ത് ഹജ്ജ്? നമ്മൾ സലാം വീട്ടി കഴിഞ്ഞ് നമ്മൾ ഓടുക, നമുക്ക് ദിക്റും ദുആന്നും ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, നമുക്ക് സമയമില്ല ഒന്നിനും. എന്നാൽ ആ ദിക്റിന്റെ പ്രതിഫലം എന്താ? ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മയാടോ ആ 33 പ്രാവശ്യം വെച്ച് ആ ദിക്റ് പറയല്. അതാണ് ആ ദിക്റിന്റെ മഹത്വം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈവക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൈവക്കി നിയ്യത്ത് ചെയ്തു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിനക്കത് ചെയ്യാൻ പറ്റിയാൽ, നിന്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്, സിറാജ് പറഞ്ഞല്ലേ പറയണം, സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം എന്ന് പറഞ്ഞ് നിന്റെ മനസ്സ് നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച അൽഹംദുലില്ലാഹ് നീ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറയൂലേ? ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറഞ്ഞേരെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതാ വാഴ ഇങ്ങനെ വേണം. വാഴ ഞാനിങ്ങനെ പറയുക, ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, പറയുക, ചെയ്യിപ്പിക്കുക. ചെറുതാണെങ്കിൽ അത് മതി. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. 10:27 ഞാൻ 10:30 നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പോൾ വണ്ടി 3 മിനിറ്റും കൂടെ ഉണ്ട്. അടുത്ത പറയണോ നിർത്തണോ? നിങ്ങൾ പറയാൻ പറഞ്ഞാൽ പറയില്ലെങ്കിൽ ഞാൻ നിർത്തും. എന്ത് വേണം? വിശക്കുന്നവന് വല്ലതും കൊടുത്തിട്ടേ കാര്യമുള്ളൂ. മട്ടൻ മന്തി അടിച്ചിട്ടിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. വേണോ വേണ്ടേ? ഒന്ന് കൈപൊക്കിക്കേ. അപ്പോൾ പിരിവുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചെറുതായിട്ട് പിരിവുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 അല്ലാഹു പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം, ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സ്, ആഗ്രഹം അതുണ്ടാകും മനുഷ്യന്. 2 അല്ലാഹു പറയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഹബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന 2 അവർക്കുള്ള രണ്ടാമത്തെ ഗുണമെന്താ?
ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, ദുരിതം വന്നാലും, സങ്കടം വന്നാലും, എന്തു പ്രതിസന്ധി വന്നാലും അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ കൈയുയർത്തുന്നവരാണെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ എന്ത് പ്രയാസമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ സങ്കടമാകട്ടെ, എന്തു വിഷയം വന്നാലും അവർ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പ്രതീക്ഷയോടുകൂടി കൈനീട്ടും. ദുആ ചെയ്യുന്നവർ അവർ നാളെ ഫിർദൗസിന്റെ അവകാശികൾ. അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇപ്പം മനസ്സിലൊരു സമാധാനം. ഉസ്താദെ, ഞാൻ ദുആ ചെയ്യാറുണ്ട്, നമ്മളൊക്കെ ദുആ ചെയ്യുന്നവരാ. ഇതിപ്പോ ബക്കറ്റ് എടുക്കാൻ സമയം. അൽഹംദുലില്ലാ, സ്കാനിങ് ഒക്കെ ഉണ്ടില്ലപ്പാ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. വേറെ പിരിവോ കാര്യങ്ങളൊന്നുമില്ല. ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. അവസാനമായിട്ട് നമ്മളെ കൊണ്ട് എന്താണോ കൊടുക്കാൻ കഴിയുക, സദഖത്തു റദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. നമ്മുടെ പൈസ അള്ളാഹിക്കൊന്നും ആവശ്യമില്ല, നമ്മളാണ് ആവശ്യക്കാര്. വണ്ടിയിൽ ഇങ്ങനെ പായുമ്പോൾ എത്ര അപകടങ്ങൾ കാണുന്നവരാ നമ്മൾ. എത്രയോ രോഗികളെ കാണുന്നു. പടച്ചവനെ, ക്യാൻസറും ട്യൂമറും എന്തെല്ലാം മാരക രോഗങ്ങൾ പിടിച്ചവരെ, കയ്യും കാലും ഇല്ലാത്ത എത്രയോ പേരെ കാണുന്നു. എന്തെല്ലാം പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ കഴിയുന്നവർ. ഇന്നൊരു ഉമ്മ പറഞ്ഞു, ഉസ്താദെ, ഭർത്താവ് മരിച്ചു, ഒരു മകനും മരിച്ചു, ആകെ ഉള്ള ഒരു മകൻ രോഗിയായി കിടക്കുക. എന്താ ഉമ്മാനോട് പറയുക? അള്ളാഹു ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. എടോ, ഇത് തന്നെ ഓരോ ദിവസം ഉസ്താദിൻ്റെയൊക്കെ ലൈവില് ഓരോരുത്തരുടെ ദുആ വസിയ്യത്തുകൾ. സത്യം പറഞ്ഞ ഞാൻ ഈ അടുത്ത് ഉസ്താദിൻ്റെ എൻ്റെ വൈഫ് ഇങ്ങനെ ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, നമുക്കൊന്നും അള്ളാഹു ഒന്നും തന്നിട്ടില്ലടോ. ഓരോ മനുഷ്യന്മാരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊന്നുമില്ല. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര അള്ളാഹിനെ സ്തുതിക്കണം. നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ. അപ്പൊ ഈ കാര്യം കേട്ടപ്പോൾ വിചാരിച്ചു, ഉസ്താദെ, ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും ആ ഫിർദൗസിലേക്ക് പോകാമെന്നുള്ള ഒരു ചിന്ത നമുക്ക് കടന്നു വരും. നമ്മുടെ ദുആയെക്കുറിച്ച് പറയാതിരിക്കല നല്ലത്. നമ്മുടെ ദുആയിനെ കുറിച്ച് നമ്മൾ ദുആ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ അടിക്കുന്ന കാലം, ദുആ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ തന്നെ അടിച്ചുകൊണ്ട് നടക്കുന്ന കാലമാണ്. ഇവിടെ നമ്മുടെ ദുആയിനെ കുറിച്ച് പറയാതിരിക്കല നല്ലത്. നമ്മുടെ ദുആ ഒക്കെ അതൊക്കെ വെറും ഷോയാടോ. നമ്മുടെ ദുആകളെ കുറിച്ച് പറയാതിരിക്കല നല്ലത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. 5 വഖത്ത് ഫർള് നിസ്കരിച്ചിട്ട് ഏത് മനുഷ്യൻ ദുആ ചെയ്താലും ആ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്നാ. ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ സ്വീകരിക്കുമെന്ന ഹദീസ് തന്നെയുണ്ട്. പക്ഷെ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആരാ ആമീൻ പറയണേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പള്ളിക്കകത്ത് നിങ്ങൾ ഇരുന്ന് നോക്കിയേ. ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് നേരെ ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കണം എത്ര പേരുണ്ട്? നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുക, വേണമെങ്കിൽ തന്നാൽ മതി അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചരിച്ചിട്ടിരിക്കുക, കൈ പോലും നേരെ പിടിക്കാൻ പറ്റണില്ല. ഒന്ന് നേരെ ഇരിക്കാറുണ്ടോ? ദുആ ചെയ്യുന്ന സമയം, അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യുന്ന സമയം അതബോടുകൂടി ഒന്ന് ഇരിക്കാറുണ്ടോ? സദ്യ ഉണ്ണാനിരിക്കണ പോലെ ഇരിക്കണേ, വിട്ട് തന്നാൽ വിളമ്പി അടിക്കാൻ പറ്റുന്ന രീതിയിൽ നേരെ ഒന്ന് ഇരിക്കാനുള്ള മനസ്സ് പോലും നമുക്കില്ല. ആമീനിന്റെ ശബ്ദമൊക്കെ കേൾക്കണോ പടച്ചവനെ? അല്ലാ, പള്ളിയിലെ ഖത്തീബിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ എന്തിനാ അല്ലാ, ഇത് ആർക്ക് വേണ്ടി അല്ലാ ചെയ്യണേ? ഉസ്താദിന് തന്നെ മടി തോന്നുക. കാരണം എന്ത്? ആർക്കാ ഇത് ചെയ്യണേ? അതൊക്കെ ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ വല്ല പൊതുയോഗത്തിൽ പോകണം. അപ്പോഴാ സിംഹത്തെ പോലെ ചാടി നിൽക്കും. ഇതെങ്ങനെ? നിസ്കാരം അങ്ങോട്ട് തീർന്ന ഉടനെ എഴുന്നേറ്റ് ഭിത്തിയിൽ അങ്ങോട്ട് ചാരും. ഇല്ല, പ്രസവ വാർഡിൽ ഇരിക്കണ പോലെ അങ്ങോട്ട് ചാരി ഇരുത്തൊക്കെ. ഉസ്താദന്മാർക്ക് തന്നെ തോന്നൂടോ ഇതെന്തിനാണെന്ന്? സങ്കടം തോന്നാറുണ്ട്. ആരും ആമീൻ്റെ ശബ്ദമൊന്നും ഇല്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പണ്ട് ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ, പഠിച്ചിറങ്ങിയതിന് ശേഷം പള്ളിയിൽ ഒരു ഉൾഭാഗത്തൊരു പള്ളിയിൽ ജോലി ചെയ്തു. അപ്പം എന്നെ ഒരു വീട്ടിൽ ദുആ ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോയി. ഞാനും എൻ്റെ കൂടെ ഒരു ഉസ്താദുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ഉസ്താദെ, യാസീൻ ഓതി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കയറ്റി ഇരുത്തിയിട്ട് അവരങ്ങ് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യാസീനൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ വന്ന ഉസ്താദ് വെളിയിൽ തലയിട്ട് നോക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോയെന്ന്. കാക്കാ, ദുആ ചെയ്യാൻ പോവാ, ഉസ്താദ് ദുആ ചെയ്തോളാൻ. വീട്ടുകാരെ വിളിക്കുന്ന ദുആ ചെയ്യാം, ഉസ്താദ് ചെയ്തോളാൻ. ഇയാൾ എന്നെയും നോക്കുന്നുണ്ട്, ഞാൻ ഉസ്താദിനെയും നോക്കുന്നു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, യാസീൻ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അവസാനം ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ദുആ ചെയ്യാം, ഒരു യാസീൻ ഓതിയതാ കളയണ്ടല്ലോ. ഞാൻ ദുആ ചെയ്തു, പടച്ചവനെ ഈ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണേ അല്ലാന്ന്. ഞാൻ എൻ്റെ വാപ്പായ്ക്ക് തന്നെ അത് ചെയ്തു. കാരണം വീട്ടുകാർക്ക് ആവശ്യമില്ല, ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല. പള്ളിയിലെ ഉസ്താദിൻ്റെ അവസ്ഥ ഇത് തന്നെ. ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ വക്കത്ത് വരുമ്പോൾ നോക്കിക്കോ, നിങ്ങൾ നാളെ വക്കത്തിന് വരുമ്പോൾ നോക്കിക്കോ, എത്ര പേര് ആമീൻ പറയണേ. ഇനി പോട്ടെ, ആമീൻ പറഞ്ഞാലോ? ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, കോമഡി പറയാന്ന് വിചാരിക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഉസ്താദ് പള്ളി നിസ്കരിക്കുമ്പോൾ പതിവില്ലാതെ ഒരു ആമീൻ. മുണക്ക് കാലത്ത് മഴ പെയ്തതുപോലെ ഖത്തീബ് ഇങ്ങനെ നോക്കണം, ആരാ അല്ലാ ഇങ്ങനെ ആമീൻ പറയണേ?
ഒരുത്തൻ കഷം വരെ കാണുന്ന രീതിയിൽ 2 കൈയും പൊക്കി പിടിച്ചിട്ടുണ്ട്. ആമീൻ. ഉസ്താദാണെങ്കിൽ ദുആ അങ്ങ് നീട്ടി ഇത്തിരി കൂടെ. ഉസ്താദ് ദുആ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പഹയൻ ഇങ്ങനെ ആമീൻ പറയുക. അപ്പൊ എല്ലാവരും നോക്കുന്നുണ്ട്, ആരാ അല്ലാഹ് ഇന്ന് പതിവില്ലാതെ ഇങ്ങനെ ആമീൻ പറയണേ. അപ്പൊ ഉസ്താദിനൊരു സംശയം, പടച്ചവനെ വല്ല കിളി പോയതാണോ എന്ന് അറിയത്തില്ലല്ലോ, ഓൻ്റെ ആമീൻ കേട്ടപ്പോൾ അങ്ങനെ. അപ്പോൾ ഉസ്താദ് ഓനെ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് നോക്കി 2 കൈയും ഉയർത്തി ഇമാമിൻ്റെ തൊട്ടു പുറകിലിരുന്നിട്ട് ആമീൻ പറയുന്നവനെ ഉസ്താദ് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഓൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ തെളിഞ്ഞു കാണാം, നാളെയാണ് ശനിയാഴ്ച ബമ്പർ, ചൊവ്വാഴ്ച ബമ്പർ, ലോട്ടറിയും പോക്കറ്റിൽ വെച്ചിട്ട് ആമീൻ പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാടോ ഇന്നത്തെ അവസ്ഥ? ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. ദുആ ചെയ്യുന്നവനാകട്ടെ ആമീൻ പറയുന്നവനാകട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ദുആ ചെയ്യുന്നവനും ഇല്ല, ആമീൻ പറയണവനും ഇല്ല. എന്നാൽ ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനാ ദുആ ചെയ്യണ്ടേ? അല്ല പറഞ്ഞല്ലോ, വയദുഊനനാ റഗബൻ വറഹബ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ എങ്ങനെ ദുആ ചെയ്യുന്നവർ, അതിന് അല്ല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ദുആ. എങ്ങനെ ദുആ ചെയ്യുന്നവർക്ക് അല്ലാഹു ആ സ്വർഗം കൊടുക്കുന്നത്, എങ്ങനെ ദുആ ചെയ്യണം, തെളിവും ചരിത്രവും അല്ല തന്നെ പറയുന്നു. അല്ലാഹു തന്നെ പറയുന്നു എങ്ങനെ ദുആ ചെയ്യുന്നവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ദുആ ചെയ്യണം. നമ്മൾ എങ്ങനെ ദുആ ചെയ്യണം? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, സഹോദരാ, കടല് കാണാൻ പോകുന്നവരാണല്ലോ. കോഴിക്കോട് ബീച്ചിൽ കടന്നു പോകും കടല് കാണാൻ. മനോഹരമായ കടലിന്റെ ചാരത്തിങ്ങനെ നിൽക്കുമ്പോ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരികയാണ്. നമുക്ക് പേടിയാണ്. മക്കളുടെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ്, ഭാര്യയുടെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ്. ഭർത്താവങ്ങാണം തിരമാലയുടെ ചാരത്ത് പോയാൽ ഭാര്യ വിളിക്കുന്നു ഇക്കാ ഇക്കാ ഇക്കാ. കാരണം പേടിയാടോ, തിരമാല മനുഷ്യനെ വിഴുങ്ങുകയാണ്. അതിൽ വീണുപോയാ പെട്ടുപോയാ മരിച്ചു പോകുമല്ലോ. തിരമാലയെപ്പോലും നമുക്ക് പേടിയാണ്. എന്നാ കടലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്ക്, കടലിന്റെ ഉള്ളിലേക്ക് പോയി നോക്ക്. പോകും തോറും ആഴം കൂടുകയാണ്, ആ കടലിന്റെ ഉള്ളിലെങ്ങാണം ഒരു മനുഷ്യന് വീണുപോയാൽ എത്ര നീന്തലറിയുന്നവനാകട്ടെ, ആ കടലിന്റെ ഉള്ളിലെങ്ങാണം ഒരു മനുഷ്യന് വീണുപോയാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ആ കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം. കടലിലെ ഏറ്റവും വലിയ മത്സ്യമാണ് തിമിംഗലം. ആ തിമിംഗലത്തിന്റെ വയറിലുണ്ണിലെങ്ങാണം ഒരു മനുഷ്യന് പെട്ടുപോയാൽ അവൻ രക്ഷപ്പെടുമോ മോനെ? 1% സാധ്യതയുണ്ടോ മോനെ? എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രവാചകന്റെ ചരിത്രം പറയുകയാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, ചരിത്രം അറിയുമല്ലോ. കപ്പലിൽ നിന്ന് നടുകടലിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിലേക്ക് തള്ളിയിടുകയാണ്. യൂനുസ് നബി നടുകടലിലേക്ക് വീഴുമ്പോ തിമിംഗലം എന്ന് പറയുന്ന മത്സ്യം വന്ന് വിഴുങ്ങുകയാണ്. കടലിനടിയിലേക്ക് മത്സ്യം പോകുകയാണ്. യൂനുസ് നബി കിടക്കുന്നത് കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു സിനിമാ കഥയല്ല പറയുന്നത്, തിരക്കഥയല്ല പറയുന്നത്, കെട്ടുകഥയല്ല പറയുന്നത്. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാ. കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മത്സ്യത്തിന്റെ വയറിനകത്ത് യൂനുസ് എന്ന് പറയുന്ന ഒരു പ്രവാചകന് കിടക്കുകയാണ്. ആ കിടക്കുന്ന യൂനുസ് നബി ചെയ്ത ഒരു ദുആ ഖുർആൻ പറയുകയാ, വനദാ في الظلمات لا إله إلا أنت سبحانك إني كنت من الظالمين. എവിടെ കിടന്നിട്ടാ വിളിച്ചതെന്നറിയോ? കടലിന്റെ ഇരുട്ട്, തിമിംഗലത്തിന്റെ വയറിന്റെ ഇരുട്ട്. ആ വയറ്റിനകത്ത് കടന്നുകൊണ്ട് എല്ലാ വാതിലുകളും അടഞ്ഞപ്പോ രക്ഷപ്പെടാനൊരു സാധ്യതയില്ല, രക്ഷപ്പെടാനൊരു ചാൻസുമില്ല. എത്ര ചിന്തിച്ചാലും നമുക്കൊരു പോർമയുമില്ല. ആ കടലിന്റെ അകത്ത് കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുന്ന യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ അറിയാം അല്ലാഹുവിന് കഴിവുണ്ടെന്ന്.
അള്ളാഹു സഹായിക്കുമെന്ന്. ഏത് വഴിയടഞ്ഞാലും അള്ളാഹുവിനൊരു വഴി തുറക്കാൻ പവറുണ്ടെന്നാ പ്രവാചകൻ അറിയാ. വിളിക്കുന്നവനാഥാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. അല്ലാഹു തന്നെ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് എങ്ങാനും അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുമ്പോ, യൂനുസ് നബി ആ മീനിന്റെ വയറിനകത്ത് കിടന്നുകൊണ്ട് പടച്ചവനെ വിളിച്ചപ്പോ, അള്ളാഹിനോട് ദുആ ചെയ്തപ്പോ, അതാ ആഴ്ചകൾ കഴിഞ്ഞ് ഒരു പോറൽ പോലുമില്ലാതെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മീൻ തന്നെ കരയിലേക്ക് കൊണ്ടുവന്ന് തിരിച്ചു തന്നു എന്ന് ചരിത്രം പറയുമ്പോൾ, ഇതിനാ ദുആ എന്ന് പറയുന്നത്. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കാണിക്കുന്ന ഷോയല്ല. ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്തെന്നറിയോ? ഈ ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്തെന്നറിയോ? ഇന്ന് പ്രതീക്ഷയില്ലടോ. ഈ ഉമ്മത്തിന് പ്രതീക്ഷയില്ല. പടച്ചവനെ അല്ലാഹുവിൽ പലർക്കും വിശ്വാസമില്ല. എത്ര കൊല്ലമായി ഞാൻ പടച്ചവനോട് എനിക്കൊരു വീട് തരാൻ ചോദിക്കുന്നു, തരുന്നില്ലല്ലോ. എന്റെ ജീവിതം നേരെയാകുന്നില്ലല്ലോ. എന്റെ രോഗം മാറുന്നില്ലല്ലോ. എന്റെ കഷ്ടപ്പാട് മാറുന്നില്ലല്ലോ. എനിക്കെന്തേ നല്ല ഒരു ജോലി കിട്ടാത്തത്? എനിക്കെന്തേ സമാധാനം കിട്ടാത്തത്? എത്ര കൊല്ലമായി, 10 15 കൊല്ലമായി ഞാൻ റബ്ബിനോട് ദുആ ചെയ്തിട്ട് അല്ലാഹു എനിക്കൊരു പൊന്നുമോനെ തരുന്നില്ലല്ലോ. എല്ലാവരുടെയും പ്രതീക്ഷ പോയടോ. ഇന്ന് നിരാശരാ. നിരാശ എന്ന് പറഞ്ഞ വൻ പാപമാ. നിരാശ എന്ന് പറഞ്ഞ വൻ പാപമാ. അതിന്റെ അർത്ഥം എന്തെന്നറിയോ? നിന്നെ പടച്ച അള്ളാന് കഴിവില്ലെന്നാ നീ പറയുന്നത്. അള്ളാഹിക്ക് എന്താ മക്കളെ തരാൻ പറ്റൂല്? രോഗം മാറ്റാൻ പറ്റൂല്? പണം തരാൻ പറ്റൂല്? അള്ളാഹു സമാധാനം തരാൻ പറ്റാത്തവനാണോ? സഹോദരാ, നിരാശ ചെറിയ പാപമല്ല. നമുക്കിന്ന് പ്രതീക്ഷയില്ലടോ. ചോദിക്കുന്നത് പെട്ടെന്ന് കിട്ടണം. കാരണം നീ ആരാ? VIP ഇല്ലെങ്കിൽ കുറ്റം പറയുകയാ. സഹോദരാ, മോനെ, പടച്ചവനോട് ദുആ ചെയ്യ്. അല്ലാഹുവിന്റെ വാഗ്ദാനമല്ലേ ദുആ ചെയ്താ ഉത്തരം തരുമെന്ന്. അല്ലാഹു ഖുർആൻ തന്നെ പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ദുആ ചെയ്യ്. ഏറ്റവും അടുത്തിരിക്കുന്നവൻ അല്ലാഹുവാണ്. പെങ്ങളെ, എന്ത് പ്രതീക്ഷയില്ലാത്തതെന്ത്? മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവര്. ഭർത്താവ് പറയുന്നു എന്റെ കുഴപ്പമല്ല, ഭാര്യയുടെ കുഴപ്പമാണ്. ഭാര്യ പറയുന്നു എന്റെ കുഴപ്പമല്ല, ഇക്കാടെ കുഴപ്പമാണ്. ചിലര് പറയുന്നു മക്കളുണ്ടാകില്ല, കാരണം പ്രായമായി, 40 50. എടോ, 40 വയസ്സുള്ളവന് പ്രസവിക്കത്തില്ല, 40 വയസ്സുള്ള പെണ്ണ് പ്രസവിക്കില്ല എന്നാരാ നിന്നോട് പറഞ്ഞത്? 50കാരന് മക്കൾ ഉണ്ടാകില്ലെന്നാരാ പറഞ്ഞത്? മെൻസസ് നേരെയാകാത്തവര് പ്രസവിക്കില്ലെന്നാരാ പറഞ്ഞത്? പെങ്ങളെ, മക്കളെന്ന് പറയുന്നത് അല്ലാഹു തരുന്ന സമ്മാനമാണ്. ഭർത്താവിന്റെ പോരായ്മയല്ല, ഭാര്യയുടെ പോരായ്മയല്ല. പരസ്പരം ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവ് പറയുന്നു, എന്റെ കുഴപ്പമൊന്നുമില്ല, ഓക്ക് ഒന്നും ശരിയല്ല, ഗർഭപാത്രം വികസിക്കുന്നില്ല, ഒന്നുമില്ല, ഓളുടെ കുഴപ്പ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഭാര്യ പറയുന്നു എനിക്കൊരു കുഴപ്പമില്ല, എക്കാനാ കുഴപ്പം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് കിടക്കാം. ചിലര് പറയുന്നു 30 40 50 പ്രസവിക്കൂല. അള്ളാന്റെ റസൂലിനും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മക്കളില്ല. എന്താ കുഴപ്പം? കൗണ്ടിങ് കുറഞ്ഞുകൊണ്ടാണോ? ഞാൻ ചോദിക്കുന്ന, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മക്കളില്ല. എന്ത് കുഴപ്പം? ആരുടെ കുഴപ്പം? പറ, ആരുടെ കുഴപ്പമുണ്ടാ മക്കളെ കിട്ടാത്ത? എന്റെ പ്രിയപ്പെട്ട പരങ്ങളെ, നബിതങ്ങൾ പറഞ്ഞു, അത് അള്ളാഹു തരുന്ന സമ്മാനം. ചിലർക്ക് അള്ളാഹു കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. ഈ മക്കളില്ലാത്ത താത്താനോട് ഞാൻ ചോദിക്കുന്നു, നീ ഒരു വട്ടമെങ്കിലും അള്ളാഹിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ടോ? ഒരു പ്രാവശ്യം നീ അള്ളാഹിനോട് ദുആ ചെയ്തിരുന്നെങ്കിൽ അള്ളാഹു നിനക്ക് മക്കളെ തരുമായിരുന്നു. നിന്റെ ദുആ ചോദിക്കേണ്ടതുപോലെ ചോദിക്കണില്ല.
നമ്മൾ ദുആ ചെയ്യേണ്ട രീതിയിൽ ചോദിക്കുന്നില്ല. അല്ല പറഞ്ഞ എന്താ? എന്നോട് ചോദിച്ചാൽ ഞാൻ തരും, എന്നോട് ചോദിച്ചാൽ ഞാൻ തരും. അല്ല പറഞ്ഞല്ലേ, പറഞ്ഞു പറ്റിക്കുന്നവനല്ലേ അല്ലാ. അള്ളാഹിനോട് ആര് ചോദിച്ചാൽ അല്ല കൊടുക്കും. ചോദിക്കേണ്ടതുപോലെ ചോദിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രായമായ മക്കൾ ഉണ്ടാകില്ല എന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറയട്ടെ, ഒരു ദുആ പറയട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രം പറയാം. ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഭവനമുണ്ടല്ലോ, അല്ലാഹുവേ സിയാറത്ത് ചെയ്യാ ഭാഗ്യം തരണേ അല്ലാ. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. മറിയം വളരുന്നത് പള്ളിയുടെ മിഹ്റാബിലാണ്. ഈസാ നബിയുടെ ഉമ്മയാണ്. ഉമ്മ പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുത്തതാണ്. വളർത്തുന്നത് സക്കരിയാ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയാ നബിയാണ് മസ്ജിദുൽ മുഖദ്ദസിലെ ഇമാമാണ് പൊന്നുമോളെ വളർത്തുന്നത്. അതാ പടച്ചവനെ സക്കരിയാ നബി അലൈഹിസ്സലാം ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിനകത്ത് കടന്നു ചെന്നപ്പോ മറിയം പഴം തിന്നുകയാണ്, മറിയം പഴം കഴിക്കുകയാണ്. സക്കരിയാ നബിക്ക് അത്ഭുതമായി. ഈ പഴം സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. രണ്ട്, ഈ പഴം ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ്. ഓരോ പഴത്തിനും സീസൺ ഉണ്ട്. മാമ്പഴത്തിനൊരു സീസൺ, പടച്ചവരെ ഓറഞ്ചിനൊരു സീസൺ. ഓരോ പഴത്തിനും ഓരോ സീസൺ ഉണ്ട്. ഇത് സീസൺ അല്ലാത്ത സമയത്ത് വന്നിരിക്കുന്ന പഴമാണ്. ഇത് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ്. മറിയം എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് കഴിക്കുന്നത്. സക്കരിയാ നബി ചോദിക്കുന്നു, മറിയമേ, പൊന്നുമോളെ മറിയമേ, ഈ പഴം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പൊന്നുമോളെ, ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഈ പഴം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മറിയം പറയുന്നു, ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. സക്കരിയാ നബിയുടെ കണ്ണ് നനയുകയാണ്. ഇതെന്റെ റബ്ബ് തന്നതാ എനിക്ക്. പടച്ചവനെ, സക്കരിയാ നബി അലൈഹിസ്സലാം ചിന്തിക്കുകയാണ്, മക്കളില്ലാത്ത മുസ്ലിമേ, സക്കരിയാ നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി. വൃദ്ധനായ പ്രവാചകൻ 100 വയസ്സ് കഴിഞ്ഞു പെങ്ങള് 120 വയസ്സായെന്നൊക്കെ ചരിത്രം പറയുകയാണ്. ആ പ്രായം ചെന്ന പ്രവാചകന് മക്കളില്ലാതെ കഷ്ടപ്പെട്ടു നടക്കുകയാണ്. സക്കരിയാ നബി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് സക്കരിയാ നബി അല്ലാഹുവോട് പറയുന്നു, അല്ലാ, എനിക്കിതുവരെ മക്കളെ ഇല്ല റബ്ബേ, എനിക്ക് മക്കളില്ല തമ്പുരാന്. പടച്ചവനെ, എനിക്ക് പ്രായമായി. അതാ സക്കരിയാ നബി പറയുകയാണ്, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല الرأس شيبا ولن أقم بدعائك ربي سقيا. സക്കരിയാ നബി തന്റെ അവസ്ഥ പറയുകയാണ്. തന്റെ അവസ്ഥ സക്കരിയാ നബി പറയുകയാണ്. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല الرأس شيبا ولن أقم بدعائك ربي سقيا. ഇല്ലുകൾ പൊടിയുന്ന പടച്ചവന്, തോലുകൾ വിട്ടുപിരിഞ്ഞിരിക്കുന്ന പടച്ചവര്, പ്രായമായി തമ്പുരാന്, എനിക്ക് ഇതുവരെ മക്കളില്ല പടച്ചവര്, ഒരുപാട് തടസ്സങ്ങളുണ്ട് പടച്ചവര്. എന്റെ ഭാര്യയാണെങ്കിൽ 92 വയസ്സ് കഴിഞ്ഞെന്ന് ചരിത്രം പറയുകയാ. അവള് പ്രസവിക്കാത്തവളല്ല, അവള് വൃദ്ധയല്ല. അവിടെന്ന് പറയുന്നു, പടച്ചവനെ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ്. 40, 50, 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ മെൻസസ് പോലും നിലയ്ക്കുകയാണ്. പിന്നെങ്ങനാ മക്കളുണ്ടാകുന്നത്? ആ പ്രായം ചെന്ന ഭാര്യയെ കുറിച്ച് അല്ലാഹുവോട് പറയുകയാണ്, പടച്ചവനെ, എനിക്ക് മക്കളില്ല, ഞാൻ പ്രായമുള്ളവനാണ്, എന്റെ ഭാര്യ പ്രായമുള്ളവളാണ്, ഞങ്ങൾക്ക് മക്കൾ ഇതുവരെ കിട്ടിയിട്ടില്ല പടച്ചവര്. ഒരുപാട് തടസ്സങ്ങളുണ്ട് പടച്ചവര്, ഒരുപാട് പ്രതിസന്ധികളുണ്ട് പടച്ചവര്. പക്ഷേ നിനക്ക് കഴിയാത്തതൊന്നുമില്ല അല്ലാഹ്.
നിനക്ക് കഴിയാത്തതൊന്നുമില്ല അല്ലാ. നീ വിചാരിച്ച നിസാരമാണല്ല പടച്ചവര്. അതുകൊണ്ട് 100 വയസ്സ് കഴിഞ്ഞ സക്കരിയാ നബി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. സക്കരിയാ നബി പറയുന്നത് 20 വയസ്സിലല്ല, 30 വയസ്സിലല്ല, 40 വയസ്സിലല്ല, 50 വയസ്സിലല്ല. നമ്മൾ പറയുന്നത് പോലെ എല്ലാ വഴികളും അടഞ്ഞപ്പോ മക്കളുണ്ടാകാൻ 1% പോലും സാധ്യതയില്ലാത്ത സമയത്താണ് അള്ളാനോട് പറയുന്നത്, എനിക്കൊരു മോനെ വേണമല്ലാ, എനിക്കൊരു മോനെ വേണമല്ല പടച്ചവനെ. ഈ വയസ്സാം കാലത്ത് എനിക്കൊരു പൊന്നുമോനെ വേണം തമ്പുരാന്. അള്ളാനോട് ചോദിക്കുകയാണ്, വയദഊനനാ റഗബൻ വറഹബാ. ഇതിനാ ദുആ എന്ന് പറയുന്നത് എന്തൊരു വിശ്വാസമെന്നറിയുമോ, എന്തൊരു പ്രതീക്ഷ എന്നറിയുമോ. അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്റെ റബ്ബെന്നെ സഹായിക്കും, എന്റെ റബ്ബെനിക്ക് തരും, ഒരിക്കലും പടച്ചവൻ എന്നെ കൈവിടില്ലെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോട് അള്ളാനെ കുറിച്ചൊരടിമ എന്ത് കരുതുന്നോ ചോദിച്ചാ തരുമെന്നുള്ള പ്രതീക്ഷയോട് ആ വയസ്സായ പ്രവാചകൻ അള്ളാനോട് പറയുകയാ, തരണം പടച്ചവര്, ഒരു പൊന്നുമോനെ തരണം പടച്ചവര്. അള്ളാഹു കൊടുത്തു സഹോദരാ, അള്ളാഹു ഒരു പൊന്നുമോനെ കൊടുത്തു സഹോദരാ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ പ്രസവിക്കാൻ പോവുകയാണ്, ഈ വയസ്സാം കാലത്തോ നിനക്ക് അല്ലാഹു നമുക്കൊരു പൊന്നുമോനെ തരും. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം, അല്ലാഹു തന്നെ പേരിട്ട് കൊടുത്ത പ്രവാചകൻ, അല്ലാഹു തന്നെ പറഞ്ഞു കൊടുത്ത പേരല്ലേ യഹ്യാ എന്ന പേര്. ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഇതുപോലെ ഒരു പൊന്നുമോൻ, ഇതുപോലെ ഒരു പൊന്നുമോൻ. അതാ ഉസ്താദന്മാര് പറയുന്നത്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മക്കളെ പ്രതീക്ഷിക്കുന്നവര്, മക്കളെ പ്രതീക്ഷിക്കുന്നവര് ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. മക്കള് നല്ലതാകാ ദുആ ചെയ്യണേ, സ്വാലിഹീങ്ങളായ മക്കളാകാ അല്ലാഹുവോട് ദുആ ചെയ്യണേ. പെങ്ങളെ അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. 40 കഴിഞ്ഞ 50 കഴിഞ്ഞു, ഇനി ഇല്ല, തീർന്നു, എല്ലാം തീർന്നു. ഇനി എന്ത് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, നടക്കാം. എന്നാൽ ആ വയസ്സാം കാലത്തും യഹ്യാ നബി അള്ളാഹിനോട് പറയാ, എന്തൊക്കെയാണെങ്കിൽ അള്ളാഹ് നിന്നെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ലല്ലോ, എനിക്ക് താ അല്ലാഹ് ഒരു മോനെ, എനിക്ക് തന്നേ പറ്റു റബ്ബേ ഒരു മോനെ. അങ്ങനെ ദുആ ചെയ്തിട്ട് നേടിയ മകനാ യഹ്യാ നബി അലൈഹിസ്സലാം. ഇതാ ഖുർആൻ പറയുന്ന ദുആ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ദുആ എന്ന് പറഞ്ഞാൽ അങ്ങനെ. നമ്മൾ ഇഖ്ലാസോടുകൂടി എന്ത് കാര്യവും ചെയ്യണം. അത് തൗബയാണെങ്കിലും തൗബത്തൻ നസൂഹ എന്ന് പറയുന്നതിൽ എന്താണെങ്കിലും ഇഖ്ലാസോടുകൂടി ചെയ്യുമ്പോഴേ അതുകൊണ്ട് കാര്യമുള്ളൂ. ടെസ്റ്റ് അടിക്കാനോ പരീക്ഷിക്കാനോ ചെയ്തിട്ടൊരു കാര്യമില്ല. അള്ളാഹു വസ്ത്രത്തിലോ സൗന്ദര്യത്തിലോ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുബരിക്കും വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാരിക്കും ഒന്നുമല്ല നോക്കണേ. അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആയും നിലവിളിയും ബഹളമൊന്നുമല്ല. ചോദിക്കേണ്ടത് ചോദിക്കുന്നുവല്ല. അള്ളാഹു ഹൃദയത്തിലാ ഇഖ്ലാസാ നോക്കുന്നേ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല അള്ളാഹ് അങ്ങനെ നോക്കണം. അത് ഈ ആരും അങ്ങനെയൊന്നുമില്ല, ആലിമോ ജാഹിലോ എന്നൊന്നുമില്ല. പണ്ടൊരു ഉസ്താദ് വെള്ളിയാഴ്ച പ്രസംഗിച്ചു. ഉസ്താദ് പ്രഭാഷണത്തിൽ പറഞ്ഞു, ഏത് പ്രതിസന്ധിയിലും അള്ളാഹിനോട് സഹായിച്ച അള്ളാഹിനോട് ചോദിച്ചാൽ സഹായിക്കും. ഏത് പ്രതിസന്ധി ചോദിച്ചാലും അള്ളാഹു സഹായിക്കും. ഉസ്താദ് അന്ന് അള്ളാഹയെ കുറിച്ചാണ് പ്രസംഗിച്ചേ. അന്ന് രാത്രി ഒരു കള്ളം മോട്ടിക്കാൻ പോയി, ഒരു കള്ളം മോഷണത്തിന് പോയി. മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടുകാർ എഴുന്നേറ്റു. കള്ളം പിന്നെ ജീവനും കൊണ്ട് ഓടി. നാട്ടുകാരെല്ലാവരും ബഹളം വെച്ചു. എല്ലാവരും ഇറങ്ങി. അയൽവാസികളും ബന്ധുക്കളെല്ലാം കൂടെ കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടുക. കള്ളൻ ഓടി 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 നല്ല ഒഴുകുന്ന ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. കള്ളനാണെങ്കിൽ നീന്താൻ അറിയില്ല. കള്ളൻ ഇങ്ങനെ പുഴയുടെ ഓരത്തിങ്ങനെ നിൽക്കും. മുമ്പിലാണെങ്കിൽ ഒഴുകുന്ന പുഴ, പുറകിലാണെങ്കിൽ നാട്ടുകാർ പിടിക്കാൻ വരിക. അപ്പം കള്ളൻ ചിന്തിച്ചു, എന്തായാലും പെട്ടു, ഇനിയിപ്പോൾ എന്താ ചെയ്യാ. അപ്പോഴാണ് കള്ളന് ഉസ്താദിൻ്റെ പ്രസംഗം ഓർമ്മ വന്നേ. ഉസ്താദ് എന്തേ പറഞ്ഞേ? ഏത് പ്രതിസന്ധിയിൽ അള്ളാഹിനോട് സഹായം ചോദിച്ചാൽ അള്ള സഹായിക്കും. കള്ളൻ അതങ്ങോട്ട് പ്രസംഗം നല്ലതുപോലെ മനസ്സിലങ്ങോട്ട് ആവാഹിച്ചു. എന്നിട്ട് കള്ള അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ എനിക്കറിയില്ല അല്ല നിന്നോട് എങ്ങനെയാ ചോദിക്കേണ്ടതെന്ന്. ഉസ്താദ് പറഞ്ഞത് ഞാനങ്ങോട്ട് വിശ്വസിക്കുന്നു. പടച്ചോനെ അല്ലാ, ഇത്രയും കാലം ഞാൻ ചെയ്തത് തെറ്റാ. അല്ലാ, ഞാൻ ഇന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാ, എന്നെ നീ രക്ഷപ്പെടുത്തണം. ഇനി മരിക്കണ കാലം വരെ ഞാൻ ഈ പണിയെടുക്കില്ല. ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തിയല്ല. പടച്ചോനെ നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങാ, എന്നെ നീ സഹായിക്കണം.
കള്ള ഇത് പറഞ്ഞിട്ട് പുഴയിലേക്ക് ഇറങ്ങി റോഡിൽ കൂടെ നടന്നു പോകുന്നില്ല. കള്ളൻ നടന്ന് അക്കരെ പോയി രക്ഷപ്പെട്ടു. എല്ലാവരും നോക്കി നിൽക്കേ, കള്ളൻ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നുപോയി. കള്ളന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ പള്ളിയിലെ ഹത്തീമിൻ്റെ അടുക്ക പോയി, ഉസ്താദേ നിങ്ങൾ പറഞ്ഞത് സത്യവാ. കള്ളൻ കഥയങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉസ്താദെ, ഞാനിങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അള്ളാഹുവിൽ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു ഉസ്താദേ. ഞാൻ നടന്ന് വെള്ളത്തിൻ്റെ മുകളിലൂടെ അക്കരെ പോയി. കള്ളം പറഞ്ഞിട്ട് ഇതങ്ങ് പോയി. ഉസ്താദിൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക. രാത്രി ആ ഇശാ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഉസ്താദ് ഇങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു കള്ളം വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നോ പടച്ചോനെ. ഉസ്താദ് നേരെ എഴുന്നേറ്റ് പുഴയുടെ ചാരത്ത് പോയി. എന്നിട്ട് പുഴയുടെ ചാരത്ത് എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, അല്ലാ ഞാൻ നിൻ്റെ ഇൽമ പഠിച്ച ഒരു ആലിമ അല്ലാ, ഞാൻ അറിവ് പഠിച്ച ഒരാളാ അല്ലാ, പടച്ചവനെ ഞാനും ഇറങ്ങാ, എന്നെ നീ പടച്ചവനെ അക്കരെ കിടത്തണം തമ്പുരാനെ. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് വ്യത്യാസം. ഇതാണ് കള്ളൻ്റെ ആ ഒരു ഇഖ്ലാസ് ഉസ്താദില്ലാതെ പോയി. അതുകൊണ്ട് സഹോദര, നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ആരോടാ ചോദിക്കണം എന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ടാകണം. നിന്റെ റബ്ബാരാ ഒന്ന് ചിന്തിക്കടാ മോനെ. എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ളവനല്ലേ അള്ളാഹ്. അള്ളാഹിക്ക് തരാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? റബ്ബിന് തരാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്തു ചോദിച്ചാലും നിന്റെ റബ്ബിന് തരാൻ പവറുണ്ടല്ലോ. അപ്പം ആ റബ്ബിനോട് ചോദിക്കുമ്പോൾ നിരാശ പാടില്ല. പ്രതീക്ഷ, ഞാൻ ചോദിച്ചത് എൻ്റെ റബ്ബ് തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ദുആ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രയാസം മാറും. നമ്മൾ ചോദിക്കുന്ന അള്ളാഹു തരും. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി. മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട്. മക്കളില്ലാത്തവരോട് പറയുന്നത്, നിങ്ങൾ എല്ലാ മരുന്നും കഴിച്ചു, ഇംഗ്ലീഷും കഴിച്ചു, ആയുർവേദവും കഴിച്ചു, ഹോമിയോയും കഴിച്ചു, പച്ചമരുന്നും കഴിച്ചു, എല്ലാം കഴിച്ചു, പക്ഷേ ഖുർആൻ പറഞ്ഞ മരുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയാത്ത ഒന്നുമില്ലല്ലോ. എന്തിനും പരിഹാരം ഖുർആനിലുണ്ടല്ലോ പെങ്ങളെ. അതുകൊണ്ട് മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർ, കച്ചവടത്തിൽ ബറക്കത്തില്ലാതെ കഷ്ടപ്പെടുന്നവർ, വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നവരോട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു തന്നില്ലേ? അതാ മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞതുപോലെ, ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ തങ്ങളെ വല്ലാത്ത വെള്ളമില്ല, വലിയ പ്രതിസന്ധിയില്ല, മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം, വെള്ളം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം, എന്താ ചെയ്യുക? മഹാനവറുകൾ പറഞ്ഞു, മോനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞാൽ മതി, വെള്ളം കിട്ടുമ്പോൾ കൊള്ളാൻ. കുറച്ചു കഴിഞ്ഞു രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, കച്ചവടമെല്ലാം ആകെ പ്രശ്നത്തിലാ, വലിയ പ്രയാസത്തിലാ, തങ്ങളെ ദുആ ചെയ്യണം, എന്താ ചെയ്യാ? നിനക്ക് കച്ചവടത്തിൽ ബർക്കത്ത് വേണോ? മോനെ അസ്തഗ്ഫിറുല്ലാഹ് പറ, അള്ളാഹു നിനക്ക് തരും. മൂന്നാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ല, എന്താ ചെയ്യുക? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ. ശിഷ്യന്മാർ കണ്ണു തള്ളിയിൽ പോയിരിക്കുക. ഇതെന്താപ്പാ, എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ, ഏത് രോഗത്തിനും ഒരു മരുന്ന്. അതങ്ങനെ പറയുന്നല്ലോ. ഉസ്താദിനോട് ചോദിച്ചു എന്തേന്ന്. അപ്പോഴാ പറഞ്ഞ, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. അല്ലാഹ് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ. അല്ലാഹ് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറ. കിണറ്റിൽ വെള്ളമില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് പറ. കച്ചവടത്തിൽ ബറക്കത്തില്ലേ? അടുത്തവന്റെ കടയിൽ നോക്കിയിരുന്ന് പ്രാവാതെ, അസൂയപ്പെടാതെ അവിടെ ഇരുന്നു കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറ, നിനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യും. മക്കളില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് പറ, അല്ലാഹു മക്കളെ തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.